السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ശരിയാവണ്ണം ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പാലിക്കാനുമുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി നമ്മിൽ വർഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു വിശ്വാസികൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോൾ ഏത് സമയത്ത് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരീഅത്ത് ലക്ഷ്യവും പ്രാധാന്യവും എന്നതാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസിന്റെ വിഷയമായി നേരത്തെ നാം നിശ്ചയിച്ചത്. ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും ഒരു സ്ഥിരം പഠന സംവിധാനം ഇതേപോലെ നമ്മുടെ പള്ളി കേന്ദ്രമായി കൊണ്ട് തുടങ്ങാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിന് തുടക്കമാണ് ഇന്നത്തെ ഈ ക്ലാസ്. തുടർന്നും എല്ലാ മാസവും ഇത് തുടർന്ന് പോകണമെന്ന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാ മാസവും മൂന്നാമത്തെ ശനി എന്നാണ് നമ്മൾ കണ്ടൊരു പ്ലാനാണ്. സ്വാഭാവികമായും ഒരു പക്ഷേ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകളുടെ സൗകര്യവും മറ്റു പല ഘടകങ്ങളുമൊക്കെ പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടി വന്നേക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിചാരിച്ചത്. അത് നമ്മുടെ മണ്ഡലം യൂത്തിൻ്റെ ഒരു ക്യാമ്പ് വന്നു, അതുകൊണ്ടാണ് ദിവസം മാറ്റിയത്. പരമാവധി ഇൻഷാ അല്ലാഹ് എല്ലാ മാസവും മൂന്നാം ശനി എന്ന നിലയ്ക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. അതല്ല, ക്ലാസ് എടുക്കുന്ന ആളുകളെ സൗകര്യം കൂടി മാനിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നാൽ അത് മാറ്റുകയും ചെയ്യും. ഒരു തുടക്കമാണ്. തുടക്കമെന്ന നിലയ്ക്ക് വലിയ നേട്ടമാണ് നമുക്കെല്ലാം. ഈ പള്ളിയിൽ സ്ഥിരമായ ക്ലാസ് തുറന്നു പോകുമ്പോൾ അതിന് ഒന്നാമത്തെ ക്ലാസ് എന്ന നിലയ്ക്ക് നമുക്കിതൊരു ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാ ക്ലാസിൻ്റെയും ഒരു അടിത്തറയാണല്ലോ. ആ നിലയ്ക്ക് അതിൻ്റെ എല്ലാ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാഹു ആ നിലയ്ക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ഏത് കാര്യം പറയുമ്പോഴും ശരീഅത്തിൽ അങ്ങനെയാണ് എന്ന് പറയാറുണ്ട്. ചില വിഷയങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ശരീഅത്ത് നിയമത്തിൽ അത് പറ്റില്ല, ശരീഅത്ത് അങ്ങനെയല്ല, ശരീഅത്തിൽ ഇങ്ങനെയാണ് എന്നൊക്കെ സാധാരണ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കാറുള്ള പ്രയോഗമാണ്. ശർഈയായ വിധികൾ എന്ന് പറയാറുണ്ട്. ശാരിഅ് എന്ന പ്രയോഗം കുറച്ചുകൂടെ ആഴത്തിൽ പ്രയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ്. മതനിയമങ്ങൾ എന്ന അർത്ഥത്തിലാണ് പൊതുവെ ശരീഅത്ത് എന്ന് അറബി ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. ശരീഅത്ത് നിയമങ്ങളെ നിയമമാക്കുന്നവൻ അല്ലാഹു തആലയാണ്. മറ്റു മതങ്ങളിൽ നിന്ന് നമ്മുടെ മതത്തിലുള്ള ഏറ്റവും വലിയ സവിശേഷതയും അത് തന്നെയാണല്ലോ. ഈ ദീനിലെ മുഴുവൻ നിയമങ്ങളും ദൈവികമാണ് എന്നതാണ്. പടച്ച റബ്ബ് നിയമമാക്കിയതല്ലാത്ത ഒരു നിയമം ദീനിൽ ഇല്ല. എത്ര ചെറിയ കാര്യവും എത്ര വലിയ കാര്യവും
അള്ളാന്റെ വഹ്യ് പ്രകാരമല്ലാതെ ഈ മതത്തിൽ ഒരു നിയമം ഉണ്ടായിട്ടില്ല. നിത്യജീവിതത്തിൽ പാലിക്കുന്ന സുന്നത്തുകൾ മുതൽ ഫർദായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും എല്ലാം ഓരോന്നിനും അല്ലാഹു തആല ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞേക്കുകയാണ് വഹ്യുമായിട്ട്. ഇന്നലെ നമ്മുടെ ഡയലോഗ് പ്രോഗ്രാം കഴിഞ്ഞു. പരിഷ്കരിക്കാത്ത മതം എന്നാണ് ഇന്നത്തെ ഡയലോഗിലെ വിഷയമായി നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. മറ്റു മതങ്ങളും മതക്കാരും ഒക്കെ അവിടെ ദീനിങ്ങനെ പരിഷ്കരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം എന്തുകൊണ്ട് പരിഷ്കരിക്കുന്നില്ല എന്ന ആക്ഷേപത്തിനുള്ള പ്രമാണബദ്ധമായ മറുപടിയായിരുന്നു ഇന്നലത്തെ ക്ലാസ്സുകൾ മുഴുവനും. അവിടെ നമ്മൾ ആവർത്തിച്ച് പരിചയപ്പെടുത്തിയ ഒന്നാണ്, ഈ ദീന് പരിഷ്കരിക്കേണ്ടതില്ല, പരിഷ്കരിക്കാൻ സാധ്യമല്ല. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച നിയമങ്ങളാണ്. അത് അല്ലാഹു തആല പൂർത്തിയാക്കി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന സൂറത്തുൽ മാഇദയിലെ വചനമിറങ്ങി ഈ മതം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. പൂർത്തിയായാൽ പിന്നെ ഇതിൽ വേറെ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ലല്ലോ. പൂർത്തിയായതിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കേണ്ടി വരും, അല്ലാതെ കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. കംപ്ലീറ്റ് ആയി ഫുള്ളായതിൽ പിന്നെയും ആഡ് ചെയ്യണമെങ്കിൽ ഉള്ളത് ഒഴിവാക്കണം. ഒരു ഗ്ലാസ് എടുത്താൽ ആ ഗ്ലാസ്സിൽ ഫുള്ളായിട്ട് വെള്ളം നിറച്ചു, കൊള്ളാവുന്ന മാക്സിമം നിറഞ്ഞു. ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ ഉള്ള വെള്ളം കുറച്ച് പുറത്തേക്ക് പോകേണ്ടി വരും. ഒരു കല്ലതിലേക്ക് ഇടണമെങ്കിൽ ആ കല്ലിന്റെ ഭാരം എത്രയാണോ, അത് ഇടുമ്പോൾ ചെലുത്തുന്ന ഭാരം എത്രയാണോ, അതിൽ സമാനമായ വെയിറ്റ് വെള്ളം ഗ്ലാസിന് പുറത്തേക്ക് തുളുമ്പും. അല്ലാതെ ആ കല്ലിനെ നിൽക്കാൻ പറ്റില്ല. ഏത് കാര്യവും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കൂട്ടാൻ കഴിയില്ല. പിന്നെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഉള്ളത് ഒഴിവാക്കിയാലേ പറ്റൂ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും ദുൽഹിജ്ജ 9 ഹിജ്റ വർഷം 10 ഇറങ്ങിയ ആയത്താണ്. ഈ മതം ഇതാ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞാണ്, നബി ഞങ്ങൾ പറഞ്ഞതല്ല. അൽയൗമ അക്മൽതു, ഞാൻ പൂർത്തിയാക്കി തന്നതാണ്. അപ്പൊ പൂർത്തിയാക്കിയത് അല്ലാഹു തആലയാണ്. ലക്കും, നിങ്ങൾക്ക് ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ദീനക്കും, നിങ്ങളുടെ മതത്തിന്. അല്ലാഹു തആല പൂർത്തിയാക്കി തന്ന മതമാണ് ഇത്. ഇനി ഖിയാമത്ത് വരെ അതിലേക്കൊന്നും ചേർക്കാൻ പറ്റില്ല, സമാനമായ ഒന്ന് എടുത്തൊഴിവാക്കിയിട്ടല്ലാതെ. അല്ലാതെ ഈ ദീനിൽ ചേർക്കാൻ കഴിയില്ല, മാറ്റാൻ കഴിയില്ല, എഡിറ്റിംഗ് സാധ്യമല്ല. ഇനി എന്ത് ചെയ്യണമെങ്കിലും ഉള്ളതിനെ മാറ്റിമറിച്ചുകൊണ്ടല്ലാതെ അവിടെ പുതിയ ഒന്ന് കൊണ്ടുവരാൻ കഴിയുകയില്ല. അതാണ് ഈ ദീനിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ശരീഅത്ത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം അല്ലാഹു തആലക്ക് മാത്രമാണ്. അവനാണ് ശാരിഅ്. ശരീഅത്ത് ഉണ്ടാക്കുന്നവന് പറയുന്ന പദമാണ് ശാരിഅ്. ശരീഅത്ത് നിയമങ്ങളാക്കുന്നവൻ, ശരീഅത്ത് നിർമ്മിക്കുന്നവൻ, ശരീഅത്തിന്റെ ഉടമസ്ഥൻ, സ്വാഹിബുശ് ശരീഅ, ശരീഅത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹു തആലയാണ്. അവനാണ് ശാരിഅ്. മക്കയിലെ അവിശ്വാസികളോട് അല്ലാഹു തആല നിഷേധഭാവത്തിൽ ചോദിച്ച ചോദ്യമുണ്ട്. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അം ലഹും ശുറകാഉ, അവർക്ക് വല്ല ശരീക്കുമാരുമുണ്ടോ, വല്ല പങ്കുകാരുമുണ്ടോ? ശറഉ ലഹും മിനദ്ദീൻ, ദീനിൽ അവർക്ക് ശറഅാക്കി നിശ്ചയിച്ചു കൊടുക്കുന്ന പങ്കുകാരുണ്ടോ? മാ ലം യഅ്ദൻ ബിഹില്ലാഹ്, അല്ലാഹു തആല അനുമതി നൽകിയിട്ടില്ലാത്ത, അല്ലാഹു തആല അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ ഈ മതത്തിൽ നിയമങ്ങളാക്കി നിശ്ചയിച്ചു കൊടുക്കുന്ന വല്ല ശരീക്കുമാരും പങ്കുകാരും അവർക്കുണ്ടോ? അപ്പൊ ശരീഅത്ത് ഉണ്ടാക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർ പഠിച്ചവന്റെ പങ്കുകാരനായി മാറും. ശരീഅത്ത് ഉണ്ടാക്കാൻ സട്ടാവിന് മാത്രമേ അധികാരമുള്ളൂ. ശരീഅത്ത് ഉണ്ടാക്കാൻ ലോകരക്ഷിതാവിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് ശരീഅത്ത് ഉണ്ടാക്കാൻ ഒരാൾക്ക് അധികാരമുണ്ട് എന്ന് വന്നാൽ അതിനർത്ഥം
അയാൾ അല്ലാഹുവിന്റെ പങ്കുകാരനാണ്, ശരീക്കാണ് എന്നാണ്. അതാണ് ഈ ചോദ്യം. അവർക്ക് ശറഅാക്കി കൊടുക്കുന്ന വല്ല ശരീക്കുമാരുമുണ്ടോ, ശരീഅത്ത് നിയമം ഉണ്ടാക്കി കൊടുക്കുന്ന വല്ല ശരീക്കുമാരുമുണ്ടോ എന്ന് അല്ലാഹു തആല ചോദിച്ചത് ആ ഒരു അർത്ഥത്തിലാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും പടച്ച റബ്ബിൽ നിന്ന് മാത്രമാണ്, അല്ലാത്ത നിയമമില്ല. നബി തങ്ങൾ സ്വന്തം വകയായി പറഞ്ഞ ഒരു നിയമം ഇസ്ലാമിലില്ല. സഹാബിമാരോ താബിഈകളോ ശേഷക്കാരായ പണ്ഡിതന്മാരോ സ്വന്തം നിർമ്മിച്ചുണ്ടാക്കി നിയമമാക്കി പറഞ്ഞ നിയമം ഇസ്ലാമിലില്ല. ഒരു പണ്ഡിതൻ തെളിവില്ലാതെ പറഞ്ഞാൽ അത് ദീനായി പരിഗണിക്കപ്പെടുകയുമില്ല. എത്ര വലിയ മഹാപണ്ഡിതനാണെങ്കിലും ശരി, അദ്ദേഹം പറഞ്ഞത് തെളിവിനെതിരാണ് എന്ന് എപ്പോൾ ബോധ്യമാകുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ മാറ്റിവെക്കും. അത് എത്ര വലിയ ആള് പറഞ്ഞോട്ടെ. ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞു, സുബ്ഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയൽ എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ സുന്നത്തില്ല, അത് കറാഹത്താണ് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ഷാഫി മദ്ഹബിലെ പള്ളിയിലും ഇന്ന് ബാങ്ക് വിളിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ പള്ളി ഷാഫി മദ്ഹബിനനുസരിച്ചുള്ള പള്ളിയാണ് എന്ന് പറയുന്ന അവകാശപ്പെടുന്ന ഏത് പള്ളിയിലും സുബ്ഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയാത്തതില്ല. ഇമാം ഷാഫി പറഞ്ഞിട്ടില്ലേ ഇത് പറയേണ്ടതെന്ന്? ഉണ്ട്. പക്ഷേ ഇമാം ഷാഫി പറഞ്ഞതല്ല ഇവിടെ എടുക്കാൻ പറ്റുക എന്ന് എല്ലാ മുസ്ലിമുകൾക്കും അറിയാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സ്വഹാബത്തിനെ പറഞ്ഞു കൊടുത്തതിൽ കാണാം സുബ്ഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയണമെന്ന്. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയാൻ നബി തങ്ങൾ പറഞ്ഞു, അത് പറയേണ്ടതില്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞു. മുസ്ലിമീങ്ങൾ സ്വീകരിച്ചത് നബി തങ്ങളുടെ വാക്കാണ്. അപ്പൊ എന്തേ ഷാഫി ഇമാം അങ്ങനെ ഒരു മോശക്കാരനായത് കൊണ്ടാണോ? അല്ല, നബി തങ്ങൾ പറഞ്ഞു എന്ന ആ ഹദീസ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അറിഞ്ഞു, അതായത് കിട്ടി. അദ്ദേഹത്തിന്റെ പഠനത്തിൽ ആ ഹദീസ് സ്വഹീഹാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് സ്വഹീഹാണോ അല്ലേ എന്ന് ഉറപ്പില്ലാതെ ദീനിൽ ഒരു കാര്യം പറയാൻ കഴിയില്ല. ആ ഉറപ്പ് ലഭിക്കാത്തത് കൊണ്ട് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, നബി തങ്ങളിൽ നിന്ന് ബാങ്ക് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാരും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നത് എനിക്ക് സ്ഥിരപ്പെട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് പറയേണ്ടതില്ല. എന്നാൽ ഹദീസ് സ്വഹീഹാണ്. അതുകൊണ്ട് ഷാഫി ഇമാമിന്റെ വാക്ക് എല്ലാ ബഹുമാനത്തോടു കൂടി തന്നെ തൽക്കാലം ആ വാക്ക് മാറ്റിവെച്ചുകൊണ്ട് ഷാഫി പള്ളികളടക്കം എല്ലാ പള്ളിയിലും ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുന്നു സുബ്ഹിക്ക്. അതാണ് ശരീഅത്തിന്റെ പ്രത്യേകത. എത്ര വലിയ ആളുടെ വാക്കും തെളിവടിസ്ഥാനത്തിൽ പറഞ്ഞെങ്കിലേ ദീനായി സ്വീകരിക്കുള്ളൂ. തെളിവിനെതിരാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ആ മഹാന്റെ വാക്കിന് അവിടെ വിലയില്ല. അത് കേവലം ഒരു അഭിപ്രായം മാത്രമായി തിരസ്കരിക്കപ്പെട്ട സ്വീകരിക്കപ്പെടാത്ത ഒരു അഭിപ്രായം മാത്രമാക്കി അതിനെ മാറ്റിവെക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇമാം സുന്ന, ഇമാം അഹ്ലി സുന്ന എന്ന പേരുകളിൽ പ്രസിദ്ധനായ ആളാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ പക്കൽ ഒരാൾ വന്നുകൊണ്ട് ഒരു സംശയം ചോദിക്കുന്നു. ഇമാം അഹ്മദ് ആ സംശയത്തെ കൃത്യമായ മറുപടി ഹദീസ് പ്രകാരം പറഞ്ഞു കൊടുത്തു. ആ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ചോദ്യകർത്താവിന് തൃപ്തിയായില്ല. കാരണം അദ്ദേഹം പ്രഗത്ഭനായ ഇമാം ഇബ്നു മുബാറക്കിനോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇബ്നു മുബാറക്ക് പറഞ്ഞ മറുപടി ഇങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് ചോദ്യകർത്താവ് ഇമാം അഹ്മദിനോട് പറഞ്ഞു, ഇന്ന ഇബ്നു മുബാറക് ഖാല കദാ വകദാ. അല്ലയോ അഹ്മദ്, താങ്കളുടെ മറുപടി ഇതാണെങ്കിൽ ഇബ്നു മുബാറക് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണല്ലോ, ഇബ്നു മുബാറക്കിന്റെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞ പോലെ അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇമാം അഹ്മദിന്റെ പ്രതികരണം കാണാം, ഇന്ന ഇബ്നു മുബാറക് ലം യൻസിൽ മിനസ് സമാ. ഇബ്നു മുബാറക് ആകാശത്തിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ പറഞ്ഞ എല്ലാം സ്വീകരിക്കണമെങ്കിൽ അല്ലാഹ് ആകാശത്തിൽ ഇറക്കില്ല, ഇയാൾ പറഞ്ഞ പോലെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ ആളാണെങ്കിലല്ലേ അദ്ദേഹം പറഞ്ഞതെല്ലാം സ്വീകരിക്കുക.
അതുകൊണ്ട് ഇബ്നു മുബാറക് പറഞ്ഞു എന്നുള്ളത് നമുക്കിവിടെ ദീനിൽ തെളിവല്ല. ചോദ്യകർത്താവ് വീണ്ടും പറഞ്ഞു ഇബ്രാഹിം ഇബ്നു അദ്ഹം ഖാല കദ വകദ. ഇബ്നു മുബാറക് മാത്രമല്ല ഇബ്രാഹിം ഇബ്നു അദ്ഹമും അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇമാം അഹ്മദ് പറഞ്ഞു അലൈക്കും ബിൽ അസ്ൽ, നിങ്ങൾ സ്വീകരിക്കേണ്ടത് അസ്ലാണ്, അടിസ്ഥാനമാണ് സ്വീകരിക്കേണ്ടത്. കാരണം ലം യകുൻ ലിയുത്രക ലിഖൗലി റജുലിൻ മുഅല്ലമിൻ ഫി നുഫൂസ്, മനസ്സിൽ വലിയ ബഹുമാനിക്കപ്പെടുന്ന ഒരാളുടെ വാക്കുണ്ടെന്ന് കരുതി ശരീഅത്ത് മാറ്റിവെക്കാൻ പറ്റില്ല. വലിയ കാര്യപ്പെട്ട ആളാണ് പറഞ്ഞത്, മഹാപണ്ഡിതനാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ വാക്കെടുക്കാൻ ശരീഅത്ത് വേണ്ടതൊക്കെ പറ്റുമോ? അത് പറ്റൂല. കാരണം ആ മനുഷ്യരെക്കാളും ബഹുമാനമുണ്ട് ശറഇന്. ഇയാൾ വലിയ ആളാണ്, അയാളേക്കാൾ വലുതാണ് ശറഇ. അതുകൊണ്ട് ശറഇന്റെ ഒരു തെളിവ് ഒരു ഭാഗത്ത്, ഒരു മഹാനായ മനുഷ്യന്റെ വാക്ക് മറുഭാഗത്ത്, അവിടെ ആ വാക്കല്ല സ്വീകരിക്കുക, ശറഇ നിയമമാണ് സ്വീകരിക്കുക എന്ന തത്വം ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ശരീഅത്തിന്റെ പ്രത്യേകത. അപ്പൊ ശരീഅത്തിന്റെ നിയമങ്ങൾ മുഴുവനും പടച്ച റബ്ബിൽ നിന്നും മാത്രം, ശാരിഅ് അല്ലാഹു തആല. ആ റബ്ബിൽ നിന്ന് ലഭിക്കുന്ന വഹ്യാണ് ശരീഅത്തിന്റെ അടിസ്ഥാനം. ഒരു കാര്യം ദീനാവണോ വഹ്യിന്റെ പിൻബലം വേണം. ഒരു കാര്യം ദീനിൽ ഇല്ല എന്ന് പറയണമോ ദീനിൽ ഇല്ല എന്ന് ഉറപ്പാകണം. ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയണമെങ്കിൽ അതിന് വഹ്യി വേണം. ഇന്ന കാര്യം സുന്നത്താണ്, വാജിബാണ് എന്ന് പറയണമെങ്കിൽ വഹ്യിന്റെ പിൻബലം വേണം, അല്ലാതെ ദീനില്ല. വലാ ശർഅ ഇല്ലാ മാ ശറഅഹു അല്ലാഹ്, അല്ലാഹു തആല ശർഅാക്കിയതല്ലാത്ത ഒരു ശർഇല്ല. എന്തു കാര്യം കൊണ്ടോട്ടെ, അത് ശരീഅത്തിന്റെ ഭാഗമാണ്, അത് നിയമമാണ്, മത നിയമമാണ് എന്ന് പറയണമെങ്കിൽ പടച്ച റബ്ബിൽ നിന്നുള്ള ഒരു വഹ്യിന്റെ പിൻബലം അതിലുണ്ടാവണം. അപ്പൊ ശരീഅത്ത് നിയമങ്ങളുടെ അടിസ്ഥാനം വഹ്യാണ്. ശാരിഅ് അല്ലാഹു തആല, അല്ലാഹു ശരീഅത്ത് ഉണ്ടാക്കുന്നവൻ അല്ലാഹു തആല. അതിന്റെ നമുക്ക് ലഭിക്കുന്ന വഴി, അതിന്റെ ഒരു ബേസ്, അടിസ്ഥാനം എന്നത് വഹ്യാണ്. വഹ്യ് രണ്ടെണ്ണമാണ്, ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് ഹദീസാണ്. രണ്ട് വഹ്യ്, അൽ വഹ്യാനി അശ്ശരീഫാൻ, ശറഫാക്കപ്പെട്ട രണ്ട് വഹ്യുകൾ. ആ രണ്ട് വഹ്യിലൂടെയാണ് ശരീഅത്ത് നിയമങ്ങളെല്ലാം നിയമങ്ങളായി മാറുന്നത്. ശാരിഅയായ അല്ലാഹു തആല ഒരു നിയമം തീരുമാനിക്കുന്നു, ആ നിയമത്തെ ജിബ്രീൽ സ്വല്ലല്ലാഹു എന്ന മലക്കിനെ പറഞ്ഞയച്ച് നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഒന്നുകിൽ ഖുർആനിക ആയത്തുകളായി ഇറങ്ങുന്നു, അല്ലെങ്കിൽ നബി തങ്ങൾക്ക് നിൽക്കുന്നതിനെ ജിബ്രീൽ സ്വല്ലല്ലാഹു ആ വിഷയത്തിൽ നിർദ്ദേശം നൽകുന്നു. ഇതിലൂടെ അല്ലാതെ ദീനില്ല. നബി തങ്ങൾ ഈ വഹ്യ് കിട്ടാതെ പറഞ്ഞിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹ്യായി നൽകപ്പെടുന്ന വഹ്യ് അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ, ദിവ്യ സന്ദേശം അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതകാര്യങ്ങൾ സംസാരിക്കുകയില്ല. ഒരാൾ വന്ന നബിയോട് ചോദിക്കുകയാണ്, അയ്യുൽ ബുഖാഇ അഹബ്ബു ഇലല്ലാഹ്, പ്രദേശങ്ങളിൽ, നാടുകളിൽ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശങ്ങൾ ഏതാണ് നബിയേ? നബി തങ്ങളുടെ മറുപടി ലാ അദ്രി, എനിക്കറിയില്ല. എന്താ നബിയാണ് ഇപ്പോൾ ലാ അദ്രി? എന്താ ലാ അദ്രി പറയാൻ കാരണം? അല്ലാഹു തആല വഹ്യ് നൽകിയിട്ടില്ല. അപ്പൊ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അത് പറയേണ്ടത് അല്ലാഹയാണ്. ആ റബ്ബിൽ നിന്ന് വഹ്യ് ലഭിച്ചാൽ നബിക്ക് പറയാം, അന്ന് വരെ വഹ്യ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നബി തങ്ങളുടെ മറുപടി ലാ അദ്രി, എനിക്കറിയില്ല. പിന്നീട് ജിബ്രീൽ സ്വല്ലല്ലാഹു മറ്റൊരു വഹ്യുമായി വന്നു നബിയിലേക്ക്. അപ്പൊ നബി തങ്ങൾ ഈ ചോദ്യം ജിബ്രീലിനോട് ചോദിച്ചു. ജിബ്രീലിന് ചോദ്യം വന്നിട്ടുണ്ട്, ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. എന്താണ് മറുപടി?
ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല. അങ്ങനെ പറയാൻ വകുപ്പില്ല. അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹ് പറയണം, അത് ജിബ്രീലിന് പറയാൻ കഴിയില്ല. പിന്നീട് അല്ലാഹു തആല ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇതിന്റെ മറുപടിയുമായി പറഞ്ഞേക്കുന്നു, അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹി മസാജിദുഹാ. അല്ലാഹു തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഓരോ നാട്ടിലെയും പള്ളികളാകുന്നു. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, നബിക്ക് പറഞ്ഞു കൊടുത്തു. നബി തങ്ങൾ ചോദിച്ചു, അന്ന് ചോദിച്ച ആളെന്ന് വരാൻ പറഞ്ഞ ആളിവിടെ അയാളെ വരുത്തി വിളിപ്പിച്ചു. അയാൾ പറഞ്ഞതാ അന്ന് ചോദിച്ചില്ലല്ലോ, ഉത്തരം കിട്ടിയിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫ് ഇറങ്ങാൻ കാരണമുണ്ടല്ലോ. സൂറത്തുൽ കഹ്ഫിന് ഒരു സബബുൻ നുസൂൽ, ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. മക്കയിൽ നബി തങ്ങൾ വന്നു, ദഅവത്ത് ആരംഭിച്ചു. നാട്ടിലാകെ കുഴപ്പം, ആകെ കച്ചറയും ബഹളങ്ങളും പ്രശ്നങ്ങളും, എല്ലാ വീട്ടിലും പ്രശ്നങ്ങളായി, ആകെ എല്ലാ സമാധാനം പോയി. മുസ്ലിങ്ങളുടെ ഭാഷയിൽ പല നിലക്കും ഒരു പീഡനങ്ങൾ നോക്കി, പല നിലക്കുള്ള ഭീഷണികൾ മുഴക്കി. എന്ത് ചെയ്തിട്ടും അവിടെ ഇങ്ങനെ ആള് കൂടുതൽ കുറയുന്നില്ല. അവസാനം മുസ്ലിങ്ങൾ തീരുമാനിച്ചു, നമുക്ക് തൗറാത്തൊക്കെ പഠിച്ച പണ്ഡിതന്മാരുണ്ടാകും മദീനത്തൊക്കെ, അവിടേക്ക് ഒരാളെ പറഞ്ഞേക്കാം. അല്ല, അവരോട് ചോദിച്ചൊക്കെ, ഞങ്ങളുടെ നാട്ടിൽ നബി വന്നിട്ടുണ്ട്, നിങ്ങളെ കിതാബിലൊക്കെ പറഞ്ഞ നബിന്റെ വലിയ ലക്ഷണവും ഇയാൾക്ക് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. അത് ഇല്ലാതെ പറഞ്ഞു കിട്ടിയാൽ നമുക്ക് കുറച്ചും കൂടെ ഊക്കിനെ നിൽക്കാലോ. അതിനു വേണ്ടിയാണ്, അല്ല വിശ്വസിക്കാൻ വേണ്ടിയില്ല. അങ്ങനെ ഇപ്പൊ രണ്ടാളെ പറഞ്ഞയച്ചു മദീനത്തേക്ക്. മക്കക്കാർ രണ്ടാളെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ പോയി അവിടുത്തെ യഹൂദി പണ്ഡിതന്മാരെ കണ്ടു. അവിടെ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലാകെ പ്രശ്നമാണ്. ഒരാൾ നബി എന്ന് പറഞ്ഞു വന്നത് മുതൽ ആകെ പ്രശ്നമായി. അതുകൊണ്ട് അയാൾ നബി അല്ലാതെ തെളിയിക്കാൻ വല്ല വകുപ്പുണ്ട് ചോദിച്ചു. അപ്പൊ ഈ നബി അത് പറയുന്ന ആളുടെ എല്ലാ ലക്ഷണങ്ങളും അവർ ചോദിച്ചറിഞ്ഞു, ഒക്കെ പറഞ്ഞെടുത്തു. പറഞ്ഞിട്ട് പോലും പറഞ്ഞ സംഗതികൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ അത് നബിയാണ്. തൗറാത്തിലും ഇഞ്ചീലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവസാന കാലത്ത് നബിയെ കുറിച്ച്. ആ നബിക്ക് പറഞ്ഞ എല്ലാ ലക്ഷണവും ഇദ്ദേഹത്തിന് ഒത്തുകിട്ടുണ്ട്. അവിടുന്ന് നബിയാണ്. ഈ കാര്യത്തെ ഞങ്ങൾ 3 ചോദ്യം തരാം. ഈ 3 ചോദ്യം നിങ്ങളവിടെ പോയി ചോദിക്കുക. ഒരു നബിക്കല്ലാതെ വഹയ്യ് പ്രകാരമല്ലാതെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പൊ അതിന് ഉത്തരം കിട്ടിയാൽ നബിയാണ് ഉറപ്പിക്കാം. അതിന് ഉത്തരമില്ലേ, ഇത് വ്യാജനാണെന്ന് ഉറപ്പിക്കാം. അങ്ങനെ സമാധാനം 3 ചോദ്യം കൊടുത്തു. ഒന്ന്, 300 കൊല്ലം ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ചില ചെറുപ്പക്കാരുണ്ട്, ചരിത്രമെന്ന് പറഞ്ഞു തരണം. 2, ഭൂമിയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അധികാരവുമായി കടന്നു ചെന്ന ഒരു ഭരണാധികാരിയുണ്ട്, ദുൽഖർനൈൻ. അവരെ കുറിച്ച് പറഞ്ഞു തരണം. 3, റൂഹ് എന്താണ് എന്ന് ചോദിക്കണം. ഈ 3 ചോദ്യവുമായി ഓരോരുത്തർ പോകുന്ന വലിയ കാര്യത്തിൽ ഇവിടെ വന്ന് ഒരു നബിയെ വന്ന് കണ്ടു. അവിടെ പോയതും ഈ ചോദ്യം കിട്ടിയൊന്നും പറഞ്ഞിട്ടില്ല. നബിയെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചില സംശയം ചോദിക്കാമെന്നാണ്. നബി നമ്മൾ ചോദിച്ചുകൂടിയാണ്. ഈ 3 ചോദ്യം ചോദിച്ചു. അപ്പൊ 3 ചോദ്യത്തിനും അന്നേ നബിക്ക് വഹ്യ് വന്നിട്ടില്ല. അതുകൊണ്ട് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു, ഞാൻ നാളെ മറുപടി പറയാം, നാളെ പറയാം എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. മതി, നാളെ കിട്ടിയാൽ മതി. നാളെയായി ഇവരൊക്കെ പണം വന്നു, അല്ല മറുപടി പറയാന്ന് പറഞ്ഞല്ലേ, മറുപടി വേണം, വഹ്യ് വന്നില്ല. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു, വഹ്യ് കിട്ടിയിട്ടില്ല. എന്താ പരിപാടി, ഇപ്പൊ കണ്ടോ, നമുക്ക് ഉറപ്പായി ഇത് നബിയില്ല. നാളെ പറയാറിട്ടപ്പോ ഉത്തരമില്ല. അന്ന് വൈകുന്നേരം വരെ കാത്തൊന്നും ഒന്നുമില്ല. മക്കത്ത് ഭയങ്കര ആഘോഷം, ഇത് നബിയല്ലാതെ ബോധ്യപ്പെട്ടിരിക്കുന്നു. പിറ്റേന്ന് വന്നു പിന്നെയും അല്ല, അന്ന് വല്ലതും ഉണ്ടോ ചോദിച്ചു. ഇല്ല, അന്നുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. നാട്ടിലാകെ ഭയങ്കര ആഘോഷമായി മാറി. മുഹമ്മദ് നാളെ പറയാതെ പറഞ്ഞ ദിവസത്തിലായി. ഇന്നേ വരെ ഒരു മറുപടി ഇല്ല. ഇതാ നബി വെറുതെ ഓരോരോ വാദവുമായി വരാതെ പറഞ്ഞിട്ട് ആകെ സ്വഹാബിയാക്കി മുഴുവൻ വിഷമം. നബിക്കും ഒരു വേദന. കാരണം തന്റെ പ്രവാചകത്വം സ്ഥാപിക്കേണ്ട ഒരു സമയമാണല്ലോ. വഹ്യ് കിട്ടുന്നില്ല. 2 ആഴ്ച കാത്തുന്നു, ഒന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോ വന്ന വഹ്യ് എന്നാണ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്.
ഒരു കാര്യം നാളെ ചെയ്യാമെന്ന് മേലാൽ പറയരുത്, ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടല്ലാതെ. അത് ആദ്യം പഠിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് പറയാതെ ഒരു കാര്യം നാളെ ചെയ്യുന്നു പറയരുത്. അഥവാ മറന്നാൽ പോലും നീ അല്ലാഹുവിനെ സ്മരിക്കണം. ഇബ്നു അബ്ബാസ് പറയാണ്, ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നു, 2 കൊല്ലം കഴിഞ്ഞിട്ട് ഓർമ്മയായത്. അന്ന് കാലം പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ല, അപ്പം പറഞ്ഞോട്ടെ. അതാണ് ഒരു കാലം പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല, 2 കൊല്ലം കഴിഞ്ഞിട്ട് ഓർമ്മയാണ്. അന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടില്ലല്ലോ, എന്നാ ഓർമ്മ പറഞ്ഞോട്ടെ. അതാണ് മറന്നാൽ നീ അല്ലാഹുവിനെ ഓർത്തോ എന്ന് പറഞ്ഞ അതിന് സൂചനയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പിന്നെ സൂറത്തുൽ കഹ്ഫ് ഇറങ്ങി. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ വളരെ വിശദമായി ആ കഥ ഇറക്കി കൊടുത്തു. അവിടെ കഥ ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ഞാൻ വിളിച്ചു തരാം അവരുടെ വർത്തമാനത്തെ പറഞ്ഞു തരാം. രണ്ടാമത് സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം നബിയെ അവർ നിങ്ങളോട് ചോദിക്കുന്നു പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ആയത്തുകളെല്ലാം ഇറങ്ങി. ചോദിക്കുന്നു പറഞ്ഞു കൊടുക്കുക. ഉത്തരം കിട്ടി, പറഞ്ഞു കൊടുത്തു. നബിതങ്ങളാണ് എന്ന് തെളിവായിരുന്നു ഈ വഹി വൈകിയതാണ്. 2 ആഴ്ച വൈകിയത് ഒറിജിനൽ നബിയാണ് സ്ഥാപിക്കാനായിരുന്നു. കാര്യം വ്യാജനാണെങ്കിൽ നാളെ പറയാതെ പറഞ്ഞ സ്ഥിതിക്ക് അഭിമാനം കാക്കാൻ വേണ്ടി എന്തെങ്കിലും പറയില്ലേ. ഒരു തട്ടിപ്പുകാരനാണെങ്കിൽ ഞാൻ നാളെ പറയാന്ന് പറഞ്ഞു, പിറ്റേന്ന് പറയാൻ ഇവിടെ ആകെ അഭിമാനം പോവില്ലേ. അത് പിടിച്ചിക്കാൻ വേണ്ടി തൽക്കാലം എന്തെങ്കിലും മറുപടി പറയും. പക്ഷേ നബി എനിക്കറിയില്ല, വഹി കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് നബിയാണ് എന്ന് ഒന്നും കൂടെ ബോധ്യപ്പെട്ടു ഈ വഹി വൈകിയതിലൂടെ. അതോടൊപ്പം ഒരു പാഠപ്പെട്ട മര്യാദ അവിടെ ഉമ്മത്തിന് മൊത്തം പഠിപ്പിക്കുകയും ചെയ്തു. ഒരു കാര്യം ചെയ്യുമെന്ന് പറയാൻ ഇൻഷാ അല്ലാഹ് പറയണം, ഞാൻ ചെയ്യാം എന്ന് പറയാൻ ഇൻഷാ അല്ലാഹ് പറയണം. തീരുമാനിച്ച കാര്യം മറ്റൊരാളെ അറിയിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് വേണമെന്നില്ല. ഇൻഷാ അല്ലാഹ് പലർക്കും ഓവറാണ്, ആവശ്യമില്ലാതെ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയണം. തീരുമാനിച്ചു, ആ തീരുമാനം പറയാൻ അറിയിക്കണം. നാളെ പോകാൻ തീരുമാനിച്ച സ്ഥലത്തേക്ക്, നാളെ വിളിക്ക് പോകാൻ തീരുമാനിച്ച ആളെ നമുക്ക് പോകാം തീരുമാനിച്ചോണ്ട് ഇൻഷാ അല്ലാഹ് വേണം. ഓനെ വിളിച്ച് പറയാണ് ഞാൻ നാളെ വരട്ടോ, അപ്പൊ ഇൻഷാ അല്ലാഹ് വേണോ വേണ്ട, നമ്മൾ അറിയിക്കലാണ്. തീരുമാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ തീരുമാനം മറ്റൊരാളെ അറിയിക്കണം. അവിടെ ഇൻഷാ അല്ലാഹ് വേണമെന്നില്ല, പറയാൻ പാടില്ല എന്നല്ല, അവിടെ നിർബന്ധമില്ല. ഏതാണെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഇറങ്ങിയ പശ്ചാത്തലം അതാണ്. അപ്പൊ ശരീഅത്തിൽ ഒരു കാര്യം തീരുമാനിക്കാൻ അല്ലാഹു തആലക്ക് മാത്രമേ അധികാരമുള്ളൂ, അല്ലാതെ അധികാരമില്ല. നബിക്ക് പോലും അല്ലാഹു തആല ആ അധികാരം നൽകിയിട്ടില്ല. അല്ലാഹുവാണ്. പടച്ച റബ്ബിന്റെ നിയമങ്ങളില്ലാത്ത നിയമം ദീനിൽ ഉണ്ടായിക്കൂടാ. അതിനപ്പുറത്തേക്ക് പറയാൻ ഒരാൾക്കും അവകാശം നൽകിയിട്ടില്ല. അതുകൊണ്ട് ശരീഅത്തിന്റെ അസ്ലി എന്നുള്ളത് വഹ്യാണ്. ആ വഹി വരുന്നത് 2 നിലക്കാണ്. ഒന്ന് വിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് പ്രവാചകന്റെ വചനങ്ങൾ. അത് വഹ്യാനി അശ്ശരീഫാനി, ശറഫാക്കപ്പെട്ട 2 വഹ്യുകൾ. അതിലൂടെയാണ് ദീനി നിയമങ്ങൾ അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തരുന്നത്. ഈ നിയമങ്ങളൊക്കെ എന്തിനാണ്? ഒരുപാട് നിയമങ്ങൾ മതത്തിലുണ്ടല്ലോ. ചായ കുടിക്കാം, ചാരായമോ കുടിക്കാൻ പറ്റില്ല. എന്താ ചായ അനുവദിച്ച അല്ലാഹു തആലക്ക് ചാരായം അനുവദിച്ചാൽ എന്താ അല്ലാഹുവിന് നഷ്ടമുള്ളത്? വല്ല നഷ്ടമുണ്ടോ? ഇവിടെ ഇപ്പൊ എല്ലാവരും ചാരായം കുടിച്ചു, അല്ലാഹുവിന് കുഴപ്പമുണ്ടോ? ഇല്ല. എന്തേ അനുവദിച്ചില്ല? കോഴിയെ ഭക്ഷിക്കാം, ആടിനെ ഭക്ഷിക്കാം, പോത്തിനെ ഭക്ഷിക്കാം, പൂച്ചയെ
തിന്നാൻ പറ്റൂല. എന്താ പദം തിന്നാന്ന് പറഞ്ഞാല്? ഇതൊക്കെ തിന്നാൻ പറഞ്ഞ അല്ലാഹു തആലക്ക് നിങ്ങൾ പൂച്ചനെ അർത്ഥോളി തിന്നോളി എന്ന് പറഞ്ഞാൽ നമുക്ക് തിന്നാൻ മടി ഉണ്ടാവില്ലല്ലോ. നായ പറ്റാ എന്റെ പൂച്ച തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ചില ഭക്ഷണങ്ങൾ കഴിക്കാം, ചില ഭക്ഷണം കഴിക്കാൻ പറ്റൂല. ചില പാനീയം കുടിക്കാം, ചില പാനീയം പറ്റൂല. ചില വസ്ത്രം ധരിക്കാം, ചില വസ്ത്രങ്ങൾ പറ്റൂല. എല്ലാ രംഗത്തും നിയമങ്ങൾ ഇങ്ങനെ വെച്ചു. കുറെ പാടില്ലാത്തത്, ഹറാമായത്. ചിലതൊക്കെ പാടില്ല എന്ന ഹറാമില്ല, കറാഹത്താണ്. കറാഹത്താണ്. ഒഴിവാക്കിയാൽ കൂലി കിട്ടും, ചെയ്താലോ കുറ്റമില്ല. ചിലതൊക്കെ ജായിസാണ്, അനുവദനീയമാണ്. കഴിക്കാം, കഴിക്കാതിരിക്കാം, പ്രത്യേകിച്ച് കുറ്റമില്ല, കൂലിയില്ല. അപ്പൊ എന്തിനാ ഇങ്ങനെ കുറെ നിയമങ്ങൾ? ഇത് മൊത്താണ് തുറന്നു കൊടുത്താൽ പോലെ എല്ലാവരും അള്ളാഹ് നഷ്ടം, അള്ളാഹ് നഷ്ടമില്ല. നമ്മൾ എന്ത് ഭക്ഷിച്ചാലും അല്ലാഹു തആലക്ക് നഷ്ടമില്ല. നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അല്ലാഹു തആലക്ക് ഒരു നഷ്ടവുമില്ല. പിന്നെ എന്തിനാണ് ശരീഅത്ത് നിയമങ്ങൾ? നമുക്ക് വേണ്ടിയാണ്, പഠിച്ചവന് വേണ്ടിയല്ല, മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യർ കാര്യമായി ജീവിക്കുന്നത് രണ്ട് ലോകത്താണ്, ഒന്ന് ദുനിയാവ്, മറ്റൊന്ന് ആഖിറം. അതാണ് പ്രധാനപ്പെട്ട രണ്ട് ലോകങ്ങൾ. ഇവിടെ അമലാണ്, അവിടെ പ്രതിഫലമാണ്. ഇത് ദാറുൽ അമൽ, അതാണ് ദുനിയാവ്. ദാറുൽ ജസാ, അതാണ് പരലോകം. അമലിന്റെ ലോകം ദുനിയാവാണ്, പ്രതിഫലത്തിന്റെ ലോകം പരലോകമാണ്. ഈ രണ്ട് ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ലോകത്തും മനുഷ്യന് സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഖൈറോടെ ജീവിക്കാൻ പറ്റണം. അതിന് എന്തൊക്കെ നിയമമാണോ ആ നിയമം അല്ലാഹു വെച്ചു. അല്ലാത്തൊന്നുമില്ല. മനുഷ്യരുടെ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെയ്യലിൽ മനുഷ്യന് എന്തെങ്കിലും ദോഷമുണ്ടാകും, അല്ലെങ്കിൽ പാടില്ല എന്ന് പറയില്ല. ഒരു കാര്യം ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മനുഷ്യന് കുറെ ഗുണങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ ദുനിയാവിലുണ്ടാകും, അല്ലെങ്കിൽ ആഖിറത്തിലുണ്ടാകും. അതാണ് ശരീഅത്ത് നിയമങ്ങൾ മുഴുവനും. ശരീഅത്തിലെ കോടിക്കണക്കായ നിയമങ്ങളെ നാം പരിശോധിച്ചാലും ആ നിയമങ്ങൾ മുഴുവൻ നിശ്ചയിച്ചത് അടിമകളുടെ നന്മയ്ക്ക് വേണ്ടി, മസ്ലഹത്തിന് വേണ്ടിയാണ്. അടിമകളുടെ മസ്ലഹത്ത്, മനുഷ്യരുടെ മസ്ലഹത്ത്, അതാണ് അല്ലാഹു നിശ്ചയിച്ചത്. ഭൂമി തന്നെ ഉണ്ടാക്കിയത് മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയിലെ മുഴുവൻ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഇവിടുത്തെ എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. അതിനർത്ഥം എല്ലാത്തിനും പിടിച്ച് തിന്നാന്നുള്ളതല്ല. ചിലത് തിന്നാൻ പറ്റും, ചിലത് അല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എല്ലാം മനുഷ്യർക്കാണ്. ഭൂമി അല്ലാഹു തആല സ്ഥാപിച്ചത് അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടിയാണ്, അടിമകൾക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടിയാണ് എല്ലാം. ചിലത് ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിന് ഫിറ്റല്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു അത് കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ നമുക്ക് ദോഷമാണ്, നമുക്ക് ദോഷമാണ്. ദോഷം അതൊക്കെ കഴിച്ചാൽ നമ്മൾ മരിച്ചോളൊന്നുമില്ല. ഇപ്പൊ ചൈനക്കാരെല്ലാം തിന്നുന്നുണ്ട്, ഒരിക്കൽ വന്ന് ദോഷം ചോദിച്ചാലോ ദോഷം പലതുണ്ടാവും. ദോഷം മരണം മാത്രമല്ല, ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ വരെ ഒരു ഭക്ഷണത്തിന് പങ്കുണ്ട്. ഭക്ഷണത്തിന് പങ്കുണ്ട്, അവന്റെ സ്വഭാവത്തിന്, അവന്റെ മെമ്മറിക്ക്, അവന്റെ അറിവിന് എല്ലാം പങ്കുണ്ട്. അബുൽ മഅലി അൽ ജുവൈനി എന്ന് പറയുന്ന ഒരു മഹാ പണ്ഡിതനുണ്ട്. ഇമാമുൽ ഹറമൈൻ എന്നറിയപ്പെട്ട ആളാണ്. ഇമാമുൽ ഹറമൈൻ, മക്കയിലും മദീനയിലും അദ്ദേഹം ഇമാമായിരുന്നു കുറെ കാലം. അതുകൊണ്ട് ഇമാമുൽ ഹറമൈൻ എന്നാണ് സ്ഥാനപ്പേര്. അബുൽ മഅലി അൽ ജുവൈനി 419 ജനിച്ച് 478 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം പറയാണ്, അദ്ദേഹം ജനിച്ചപ്പോൾ ബാപ്പ ഉമ്മാനോട് പറഞ്ഞു, എന്റെ കുട്ടിക്ക് നീയല്ലാത്ത ഒരാളും മുലപ്പാൽ കൊടുക്കരുത്. അന്ന് മുലയൂട്ടൽ വ്യാപകമാണ്. നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത തലമുറ വരെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ 10 മുല കൊടുക്കും കുട്ടികൾക്ക്. അപ്പൊ ഈ കുട്ടിക്ക് ഒരാളും മുല കൊടുക്കാൻ പാടില്ല എന്ന് ബാപ്പ പ്രത്യേകമായി കണിശമായി നിയമം വെച്ചിരുന്നു. അങ്ങനെ ഉമ്മ മാത്രം മുല കുട്ടികളെ വളർത്തുകയാണ്.
ഒരു ദിവസം അയൽപക്കത്തെ സ്ത്രീ വന്നപ്പോ ഈ കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട്, ഉമ്മ എന്തോ പണിയാണ്. അപ്പൊ ആ സ്ത്രീ തന്റെ മുലപ്പാല് കുട്ടിക്ക് തൊള്ളി വെച്ച് കൊടുത്തു. കുട്ടി ഒന്ന് കുടിച്ചു. ഇത് വാപ്പ അറിഞ്ഞു. വാപ്പ എന്റെ കുട്ടിക്ക് വേറെ മുലപ്പാൽ കൊടുക്കണ്ട പറഞ്ഞല്ലേ, എന്തിനാണ് കൊടുത്തതാ? കുട്ടിനെ കുത്തനെ പിടിച്ചിട്ട് കുട്ടിന്റെ വായിൽ കൈയിട്ടിട്ട് വാപ്പ ആ മുലപ്പാൽ മുഴുവൻ ഛർദ്ദിപ്പിച്ചതാണ്. തല കീപ്പട്ടാക്കി പിടിച്ചിട്ട് വായിൽ കൈയിട്ട് ഛർദ്ദിപ്പിച്ചു. ആ മുലപ്പാൽ എന്റെ കുട്ടിക്ക് അങ്ങനത്തെ വേണ്ടതാണ്. എന്റെ കുട്ടി ഞാൻ ആര്യമാക്കാൻ തീരുമാനിച്ചതാണ്, എന്റെ കുട്ടി ദീന സേവിക്കാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ആളെ മുലപ്പാൽ കുട്ടിനെ പഠിക്കാൻ പാടില്ല. അദ്ദേഹം വളർന്നു വലുതായി വലിയ ആര്യമായി ധാരാളം പിഴച്ച സംഘങ്ങളുമായി അദ്ദേഹം വാദപ്രതിവാദങ്ങൾ നടത്തി. ഒരു സംവാദത്തിൽ ഇമാമുൽ ഹറമൈനിക്ക് പെട്ടെന്ന് സ്റ്റക്കായി. ഒരു പിഴച്ച സംഘവുമായി ഒരു സംവാദം നടത്തുന്നതിനിടയിൽ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയാതെ ഇമാമുൽ ഹറമൈനി സ്റ്റക്കായി. അദ്ദേഹം പറയാണ്, അന്ന് എന്റെ വയറ്റിൽ ബാക്കിയായ മുലപ്പാലിന്റെ സ്വാധീനമാണ് ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അന്ന് ബാപ്പ ഛർദ്ദിപ്പിച്ച് കളഞ്ഞിട്ടും സ്വാഭാവികമായിട്ട് പോകാത്തുണ്ടാവുമല്ലോ, അതിന്റെ സ്വാധീനമായിരിക്കാം. ആ ഭക്ഷണത്തിന് മനുഷ്യന്റെ സ്വഭാവത്തിൽ, ഓർമ്മയിൽ, അറിവിൽ എല്ലാം വലിയ പങ്കുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ വിശദമായി ഭക്ഷണത്തിന്റെ സ്വാധീനങ്ങളെ വിവരിച്ചിട്ടുണ്ട്. അല്ലാഹ് ഹറാമാക്കിയ സംഗതികൾ തിന്നുന്നുവെങ്കിൽ നമ്മുടെ സ്വഭാവം മാറുന്നതാണ്. ഹറാമാക്കിയ ഒരുത്തൻ തിന്നാണോ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. അപ്പൊ ഇസ്ലാം നിശ്ചയിച്ച ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ ഒരാൾ നിലനിൽക്കണമെങ്കിൽ അല്ലാഹ് ഹലാലാക്കിയ ഭക്ഷണം മാത്രം കഴിക്കണം. അല്ലാത്ത കഴിച്ചാൽ സ്വഭാവത്തിൽ ദൂഷ്യം ഉണ്ടാവും. ഹലാലായ മാത്രം പോരാ, ത്വയ്യിബാവണം. ഹലാലൻ ത്വയ്യിബ, അനുവദനീയമാകണം, വിശിഷ്ടമായതാവണം. ഹലാലൊക്കെ തിന്നാൻ പറ്റില്ലല്ലോ, എല്ലാ ഹലാലും തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് ഹലാലും ത്വയ്യിബ്, അനുവദനീയവും വിശിഷ്ടവുമായവ അത് ഭക്ഷിക്കണം. ഞാൻ തന്നതിലെ വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അല്ലാത്ത ഭക്ഷിച്ചാൽ ദോഷമുണ്ട്. ആ ദോഷം ചിലപ്പോൾ ശരീരത്തിലാവാം, സ്വഭാവത്തിലാവാം, സംസ്കാരത്തിലാകാം. അതുകൊണ്ട് ഭക്ഷണ നിയമങ്ങളെ വെച്ചു. പറഞ്ഞു വന്നത്, ഇസ്ലാമിൽ നിയമങ്ങൾ വെച്ചത് പടച്ചോന് വേണ്ടിയല്ല, നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തുകൾ, അത് നിയമങ്ങൾ മുഴുവൻ വരും. അത് 5 കാര്യം സംരക്ഷിക്കാനാണ്. 5 കാര്യം സംരക്ഷിക്കുക, ആ 5 കാര്യം സ്ഥാപിക്കുക, ആ 5 കാര്യത്തിൽ ദോഷമായി വരുന്ന സംഗതികളെ ഇല്ലാതാക്കുക. അതിനാണ് മുഴുവൻ നിയമങ്ങളും. ഒന്ന് ദീനാണ്. ഒന്നാമത്തെ കാര്യം ദീനാണ്. ദീന് സംരക്ഷിക്കപ്പെടണം, ദീന് സ്ഥാപിക്കപ്പെടണം. ദീനിനെ തകർക്കുന്ന, അതിനെതിരെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇല്ലാതാകണം. അത് ദീൻ ഇസ്ലാമിന്റെ അടിസ്ഥാന ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് ദീൻ ഇവിടെ സ്ഥാപിക്കപ്പെടണം. അതിന് വേണ്ട എല്ലാ കൽപ്പനയും തന്നു. ആ ദീൻ സംരക്ഷിക്കണം, അതിനു വേണ്ട അല്ലാഹു കൽപ്പിച്ചു. എന്തിനാ പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞത്? വീട്ടിൽ നിസ്കരിച്ചാൽ പോലെ പള്ളി ഉണ്ടാക്കണം, ബാങ്ക് വിളിക്കണം. എന്തിന്? ദീന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. മതചിഹ്നങ്ങൾ നിലനിൽക്കുന്നത്, ഒരു നാട്ടിൽ മതചിഹ്നങ്ങൾ നിലനിൽക്കുക, അത് ദീനിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. ആ ദീന് തകർക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പാടില്ല. കുഫ്ർ പാടില്ല, ശിർക്ക് പാടില്ല, നിരീശ്വരവാദം പാടില്ല. എന്തുകൊണ്ട്? അതൊക്കെ മതത്തിനെ തകർക്കുന്ന കാര്യമാണ്. ദീനെ തകർക്കാൻ ആര് വന്നോ ഒരു സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യുദ്ധം ജിഹാദ് നിശ്ചയിച്ചത്. ദീൻ തകർക്കാൻ ആര് രംഗത്ത് വന്നാലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഏറ്റുമുട്ടേണ്ടി വന്നാൽ ഏറ്റുമുട്ടേണ്ടി വരും. ദഅവത്ത് നടത്താൻ പറഞ്ഞു. എന്താ ദഅവത്ത് നടത്തുന്നത്? ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ, സ്ഥാപിക്കപ്പെടാൻ. അംറും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ദീൻ സ്ഥാപിക്കപ്പെടാൻ, സംരക്ഷിക്കപ്പെടാൻ. ഹിഫ്ദുദ്ദീൻ, ഇഖാമത്തുദ്ദീൻ, ദീൻ സ്ഥാപിക്കുക, ദീൻ സംരക്ഷിക്കുക. അതാണ് ഒന്നാമത്തേത്. അതിനാണ് ഒന്നാം പരിഗണന. അത് സംരക്ഷിക്കാൻ ബാക്കി ഏതും പരിഗണിക്കാം. യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഷഹീദാവും. അപ്പൊ ശരീരം നഷ്ടപ്പെടും.
ഇസ്ലാം രണ്ടാമതായി പറഞ്ഞത് ശരീരം സംരക്ഷിക്കലാണ്. ശരീരം സംരക്ഷിക്കുക രണ്ടാമത്തേത്. ഒന്ന് ദീന്, രണ്ട് ശരീരം. യുദ്ധത്തിൽ പോകുമ്പോഴോ ദീൻ സംരക്ഷിച്ചാൽ ശരീരം നഷ്ടപ്പെടും. പോകാതെ പെരിയിരുന്നാലോ ശരീരം സംരക്ഷിക്കാൻ പറ്റും, ദീൻ നഷ്ടപ്പെടും. അപ്പൊ ഏതിനാ ഒന്നാം പരിഗണന? ദീനിന്. അപ്പൊ ശരീരം പോയിക്കോട്ടെ, കൊല്ലപ്പെട്ടോട്ടെ, കുഴപ്പമില്ല, അതിന് പകരം അല്ലാഹു തആല സ്വർഗ്ഗം കൊടുത്തോളാം. ഷഹീദായിക്കോട്ടെ, ശരീരം പോകും, കുട്ടികൾക്ക് വാപ്പയില്ലാതാകും, ഭാര്യയ്ക്ക് ഭർത്താവില്ലാതാകും, മാതാപിതാക്കൾ മക്കളില്ലാതാകും. പക്ഷേ എന്നാലും ദീൻ സംരക്ഷിക്കപ്പെടണം. അതിനവൻ ശരീരം ത്യജിച്ചു, അല്ലാഹു തആല അവനെ സ്വീകരിക്കുന്നു, അവന്റെ എല്ലാ ദോഷവും കൊടുക്കുന്നു, അവന് സ്വർഗ്ഗം നൽകുന്നു. അപ്പൊ ദീനും ശരീരവും എതിരായപ്പോ ദീന് പ്രാധാന്യം കൊടുത്തു. അവിടെ ശരീരത്തിന് അല്ല പ്രാധാന്യം കൊടുത്തത്, അല്ലാത്തോ ശരീരത്തിന് പ്രാധാന്യം കൊടുത്തു. കൊലപാതകം പാടില്ല. ഒരാളെ കൊന്നാൽ എല്ലാവരും കൊന്നവനെ പോലെ. എന്തിനാണ് വെച്ചത്? സംരക്ഷിക്കപ്പെടാൻ. ശരീരം സംരക്ഷിക്കപ്പെടണം. സമൂഹത്തിലെ മൊത്തം ശരീരം സംരക്ഷിക്കപ്പെടണം. അത് കൊലപാതകം ഹറാം. കൊന്നവനെ കൊല്ലുന്നുണ്ട്. അപ്പോഴോ ഒരാളെ കൊന്നാൽ പകരം കൊല്ലുക. അപ്പൊ ഓന്റെ ശരീരം സംരക്ഷിക്കണ്ടേ? വേണ്ട. ഓന്റെ ശരീരം സംരക്ഷിച്ചാൽ ഒരുപാട് ശരീരങ്ങളുടെ സുരക്ഷ ഇല്ലാതാവും. ഒരുത്തരെ പച്ചക്ക് കൊല്ലാൻ ധൈര്യമുള്ള ഒരുത്തന് ഈ നാട്ടിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇവിടെ വല്ല സമാധാനം ഉണ്ടാവുമോ? അപ്പൊ മറ്റൊരുപാട് ആളുകൾ ശരീരം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് അവന്റെ ശരീരം ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് അവിടെ കൊല്ലാൻ പറഞ്ഞു. ശരീരത്തിന് പകരം ശരീരം. ഒരുത്തരെ കൊന്നാൽ പകരം ഇസ്ലാമിക കോടതി കൊടുക്കുന്ന വിധി വധശിക്ഷയാണ്. അപ്പൊ അവിടെ ശരീരം നോക്കൂല, ആ ശരീരത്തിലേക്ക് പ്രാധാന്യം മറ്റു ശരീരങ്ങൾക്ക് കൽപ്പിക്കുന്നു. അപ്പൊ മതം സംരക്ഷിക്കുക, ശരീരം സ്ഥാപിക്കുക, സംരക്ഷിക്കുക, സമ്പത്ത് സ്ഥാപിക്കുക, സംരക്ഷിക്കുക. അപ്പൊ സമ്പത്ത് സ്ഥാപിക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. കച്ചവടം ചെയ്യണം, ജോലി ചെയ്യണം, സമ്പാദിക്കണം, അധ്വാനിക്കണം. എന്തിനാണ്? സമ്പത്ത് വേണം. സമ്പത്ത് നിലനിൽപ്പാണ്, ഖിയാമാണ്. ഖുർആനിൽ രണ്ട് കാര്യത്തെ ഖിയാമ പറഞ്ഞു. ഒന്ന് കഅബ, ഖിയാമൻ ലിന്നാസ്. രണ്ട് അംവാലക്കും. വലാ തുഅതു സുഫഹാ അംവാലക്കും അല്ലതി ജഅലല്ലാഹു ലക്കും ഫിഹാ ഖിയാമ. അല്ലാഹു തആല ഖിയാമ നിശ്ചയിച്ച സമ്പത്ത് അത് അവിവേകികളായ ആളുകൾക്ക് നിങ്ങൾ നൽകരുത്. അപ്പൊ സമ്പത്ത് ഖിയാം നിലനിൽപ്പാണ്. അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാവണം. കൃഷി ചെയ്യാൻ പറഞ്ഞു. ഒരാളെ ഭൂമി കൃഷി ചെയ്യാതെ പുറത്തിട്ടാൽ അത് സർക്കാരിനെ പിടിച്ചെടുക്കാം. പ്രധാനപ്പെട്ട ഒരു ബാബാണ് നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുക. ഒറ്റ സ്ഥലം വാങ്ങി ഒന്നും ഉപയോഗിക്കില്ല, കൃഷിയില്ല, ഒന്നുമില്ല, പുറത്തന്നെ കുറെ കാലം ഇട്ടു, അവിടെ പോയി കൃഷി ചെയ്യാൻ സമ്മതം വേണ്ട. വേറെ അവിടെ പോയി കൃഷി ചെയ്യാൻ അവിടെ സമ്മതം വേണ്ട. ഭൂമി അങ്ങനെ ഒരാളതല്ല, ഭൂമി കച്ചവട വസ്തുവല്ല, ഭൂമി അങ്ങനെ പുറത്തുള്ളതല്ല. അത് സജീവമാക്കേണ്ടതാണ്. കൃഷി വേണം, തൊഴിൽ വേണം, ജോലികൾ വേണം, കച്ചവടങ്ങൾ വേണം, അധ്വാനിക്കണം, പണമുണ്ടാക്കണം. അതെന്തിനാ? അത് ആവശ്യമാണ് കുടുംബത്തിൽ. അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കച്ചവടത്തിൽ കൊള്ളലാഭങ്ങൾ പാടില്ല, അത് സമ്പത്തിനെ നശിപ്പിക്കും. പലിശ പാടില്ല, കൈക്കൂലി പാടില്ല, സ്ത്രീധനം പാടില്ല. അങ്ങനെ തുടങ്ങി സമ്പത്തിനെ തകർക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ പാടില്ല. മോഷണം വരെ പറ്റില്ല. മോഷണം ഹറാം. എന്താ മോഷ്ടിച്ചാൽ നമ്മൾ കണ്ട അല്ലാഹ് എന്താ കുഴപ്പം? അല്ലാഹ് കുഴപ്പമില്ല. പക്ഷേ സമൂഹത്തിന്റെ സമ്പത്ത് നഷ്ടമാണ്, സമൂഹത്തിന് സുരക്ഷയ്ക്കും പ്രശ്നമാണ്. നാട്ടിലെ കള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ രാത്രി വല്ല ഉറക്കം വരില്ല. കള്ളം വന്നിട്ട് വാട്സപ്പിൽ പെടുത്തല് ന്യൂസ് അറിഞ്ഞാൽ മതി, കള്ളന്മാരുണ്ട്. പിന്നെ മനുഷ്യന്മാരെ ഉറക്കം പോകും. രാത്രി കിടന്നിട്ട് പിന്നിലേക്ക് നോക്കും, ജനല അടച്ചക്കളും ചെയ്യുന്നു. അപ്പൊ ആളുകളുടെ നിർഭയത്വത്തിന് ദുരന്തമാണ് ഇവിടുത്തെ മോട്ടാവാവുക. മോഷണം ഹറാം. മോട്ടിച്ചെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇവിടെ കൈ വെട്ടണം. കാരണം ഇവിടെ കൈ ഉണ്ടാവൽ സമൂഹത്തിന് പ്രയാസമാണ്. ഓരോ കൈയുണ്ടെങ്കിൽ മറ്റുള്ളവരെ സമാധാനം പോകും. അപ്പൊ ഒരു കൈയാണ് വെട്ടി സമാധാനമായി. ഇനി അവനെ പേടിക്കണ്ട. അതല്ല നിശ്ചയിച്ചത്. അപ്പൊ ദീന് അതേപോലെ ശരീരം, സമ്പത്ത്
മനുഷ്യന്റെ ബുദ്ധിക്കുള്ള വലിയ പ്രാധാന്യം കൊടുത്തു. ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞു. എത്ര സ്ഥലത്തുള്ള ചിന്തിക്കുന്നില്ലേ ചിന്തിക്കുന്ന ദൃഷ്ടാന്തമുണ്ട് തുടങ്ങിയ ഒരുപാട് പ്രയോഗങ്ങൾ. ബുദ്ധി ആലോചിക്കാനുള്ള പറഞ്ഞു, ഗവേഷണം ചെയ്യാൻ പറഞ്ഞു. ഗവേഷണം ചെയ്ത് തെറ്റുപറ്റിയാൽ പോലും ഒരു കൂലി കൊടുക്കാതാണ്. കാരണം ബുദ്ധി ഉപയോഗിക്കുകയാണ് ഗവേഷണത്തിന്. ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണം ചെയ്ത് തെറ്റുപറ്റിയാൽ ഒരു കൂലി കിട്ടും. ശരിയിലേക്ക് എത്തിയാൽ 2 കൂലി കിട്ടും. അതാ ബുദ്ധിക്കുള്ള കുറച്ച് പ്രാധാന്യം. ആ ബുദ്ധിയെ തകർക്കുന്ന എന്തൊക്കെയുണ്ടോ ഒന്നും പാടില്ല. മദ്യം പാടില്ല. കാരണം മദ്യം മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കും. മയക്കുമരുന്നുകൾ, ലഹരികൾ ഏതും പാടില്ല. മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കും. അപ്പൊ ബുദ്ധിയെ സംരക്ഷിക്കണം. ബുദ്ധിക്കെതിരായി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും പാടില്ലതാക്കി മാറ്റി. 5ാമതായി വംശ പരമ്പര, മനുഷ്യകുലം നിലനിൽക്കണം. മനുഷ്യകുലം നിലനിൽക്കണം. അതിനെ വിവാഹം പറഞ്ഞത്. വിവാഹം ചെയ്യണം, സന്താനം ഉണ്ടാവണം, മനുഷ്യകുലം നിലനിൽക്കണം. മനുഷ്യകുലത്തെ തകർക്കുന്ന, അത് ദോഷമായി ബാധിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കൊലപാതകം പാടില്ല, ഗർഭചിത്രം പാടില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. മനുഷ്യകുലത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാം അല്ലാഹു ഹറാമാക്കി. വ്യഭിചാരം ഹറാം. വ്യഭിചാരം ശരിയായ വംശ പരമ്പരയ്ക്ക് ദോഷമാണ്. ലൈംഗികമായ എല്ലാ അരാജകത്വവും പാടില്ല. അത് ശരിയായ കുടുംബ സംവിധാനത്തിന് ദോഷമാണ്. അതേപോലെ സന്താനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് പാർപ്പിടം വേണം. പാപ്പമാരെ ബാധ്യതയാക്കി വെച്ചു. മക്കൾക്ക് തിന്നാൻ കൊടുക്കണം. എന്തിനാ പാപ്പ വെക്കുന്നത്? അത് വേണം. അല്ലെങ്കിൽ ഇവിടെ മനുഷ്യകുലം മര്യാദയ്ക്ക് ഇവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ തുടങ്ങി കുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് പാടില്ല എന്ന് പറഞ്ഞു. ഈ 5 കാര്യങ്ങൾ സംരക്ഷിക്കലാണ് മതനിയമങ്ങളുടെ ലക്ഷ്യം. ശരീഅത്തിന്റെ ലക്ഷ്യം ഈ 5 കാര്യം സംരക്ഷിക്കലാണ്. 1 ദീന്, 2 സമ്പത്ത് ശരീരം, 3 സമ്പത്ത്, 4 ബുദ്ധി, 4 ബുദ്ധി, 5 വംശപരമ്പര. ഈ 5 സംരക്ഷിക്കുകയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ഉദ്ദേശം. അത് സംരക്ഷിക്കാൻ എന്തെല്ലാം ഇവിടെ ഉണ്ടാകണോ അതൊക്കെ നിർബന്ധമാണെന്ന് പറഞ്ഞു. അത് തകർക്കാൻ എന്തെല്ലാം നിമിത്തമാകുമോ അതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞു. അല്ലാത്തൊരു ഹറാമില്ല, അല്ലാത്തൊരു വാജിബില്ല. ഇസ്ലാമിൽ അതല്ലാത്ത ഹറാമില്ല, അതല്ലാത്തൊരു വാജിബില്ല. വെറുതെ ഹറാമാക്കിയതല്ല. ചില മനുഷ്യന്മാർ എന്താ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളാണ്, ഒന്നും ചെയ്യാൻ പാടില്ല, അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ ഇല്ല. ഈ 5 മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇസ്ലാമിന് ഹറാമുള്ളൂ. അതുകൊണ്ടാണ് ഹറാമാണോ ഹലാലാണോ കൂടുതൽ? ഏതാ കൂടുതൽ? ഹലാല്. ഹറാമ് കുറച്ചേ ഉള്ളൂ. ഖുർആൻ എവിടെയും ഹലാലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നുള്ള പറഞ്ഞില്ല. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും, നിങ്ങൾ റബ്ബ് ഹറാമാക്കിയത് ഞാൻ ഓതി കേൾപ്പിക്കാം എന്ന് പറയൂ നബിയേ. ഹറാമായത് പഠിപ്പിച്ചേരാം, അല്ലാത്തതോ അല്ലാത്തൊക്കെ ഹലാൽ. ഏത് രംഗത്താണ്? ഭക്ഷണ രംഗത്ത് പറഞ്ഞു ഇതാണ് ഹറാം, അല്ലാത്തൊക്കെ ഹലാൽ. വിവാഹ വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഹറാമായത് നിങ്ങളുടെ മാതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, മക്കളുടെ ഭാര്യമാർ, ഇതൊക്കെ ഹറാമായത്. പിന്നെ ഹലാലായതോ അതിനപ്പുറമുള്ളതെല്ലാം നിങ്ങൾക്ക് ഹലാലാകുന്നു. ഹറാമ് കുറച്ചേ ഉള്ളൂ. വിവാഹം കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം ഹലാൽ എന്നുള്ള പറഞ്ഞു. അപ്പൊ ഹറാമ് വളരെ പരിമിതം.
ഇനി അതിൽ തന്നെ ദോഷകരമാണ്, എന്നാൽ കുറെ ഗുണങ്ങളും ഉണ്ട്. അപ്പൊ അത് ഹറാമാക്കിയിട്ടില്ല, കറാഹത്താക്കി വെച്ചു. കറാഹത്താക്കി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം, പെട്ടെന്ന് കിട്ടൂല. ചെയ്തില്ലെങ്കിലോ കൂലി കിട്ടും. അതാ കറാഹത്ത്. ഒരു അനിവാര്യ ചെയ്തോട്ടെ, ഇവിടെ കിട്ടില്ല. ചെയ്തില്ലെങ്കിൽ കൂലി കിട്ടുകയും ചെയ്യും. കറാഹത്ത് അത് അല്ലാഹ് ഹറാമാക്കിയില്ല. കാരണം മനുഷ്യരുടെ ആവശ്യം ഉണ്ടാവും, പലപ്പോഴും മനുഷ്യൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഹറാമാക്കി വെച്ചാൽ മനുഷ്യന് കൂടുതൽ പ്രയാസമുണ്ട്. അവിടെ പ്രയാസം ഒഴിവാക്കാൻ വേണ്ടി അത് ഹറാമാക്കിയില്ല. ഇതല്ലാത്ത നിയമങ്ങൾ ശരീഅത്തിൽ ഇല്ല. ഒന്നുകിൽ ദുനിയാവിലെ മസ്ലഹത്ത്, അല്ലെങ്കിൽ ആഖിറത്തിലെ മസ്ലഹത്ത്, അല്ലെങ്കിൽ രണ്ടും കൂടെ. ഇതിനു വേണ്ടി മാത്രമേ മതത്തിൽ നിയമങ്ങളുള്ളൂ. അപ്പൊ ഏത് രംഗത്ത് എന്ത് നിയമമെടുത്താലും ഇതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയാൻ കഴിയും. അത് മഖാസിദുശ് ശരീഅ എന്നാണ്, ശരീഅത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അത് കർമ്മശാസ്ത്രത്തിലെ വലിയൊരു ഭാഗമാണ്. ശരീഅത്തിന്റെ ഉദ്ദേശം, ഒരു നിയമം വെച്ചാൽ അതിന്റെ ഉദ്ദേശം എന്ത്? അപ്പോഴാണ് നമുക്ക് സമാനമായ വിഷയങ്ങൾ വരുമ്പോൾ നിയമം പറയാൻ കഴിയുക. മദ്യം ഹറാം എന്ന് പറഞ്ഞു. ഇന്നിപ്പോ മദ്യത്തിന് വേറെന്തെല്ലാം സംവിധാനം വന്നു. ഇന്ന് മദ്യതരമാണെന്നല്ലോ. എന്ത് ആ സ്ഥാനത്ത് മറ്റു പലതുണ്ട്. അപ്പൊ ഒരുത്തം പറയാം ഇത് പാടില്ല, ഹദീസിലുണ്ടോ ചോദിച്ചാല് ആ പേരില് ഹദീസ് ഉണ്ടാവുന്നല്ലോ. അപ്പൊ എന്തിനാ മദ്യം ഹറാമാക്കിയത്? ലഹരി ഉണ്ടാക്കുന്നതിനാൽ. എങ്കിൽ ഇത് ലഹരി ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ ഇതും പാടില്ല. ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാവുമ്പോഴാണ് അന്നില്ലാത്ത ഇന്നുണ്ടാകുമ്പോ വിധി പറയാൻ കഴിയുക. അവിടെ ഖുർആൻ സുന്നത്ത് ഇജ്മാഅ് ഖിയാസ് അവിടെയാണ്. അന്ന് നിയമം പഠിപ്പിച്ച ഒന്നിനോട് ഇന്ന് നിയമം പഠിപ്പിക്കാത്ത ഒന്നിനെ കമ്പയർ ചെയ്യാം. അതാണ് ഖിയാസ്. അന്നൊരു കാര്യം പറഞ്ഞു, സമാനമായി വേറെ വിഷയം വന്നു എങ്കിൽ അത് ഇന്ന കാര്യം കൊണ്ട് ഹറാമായി, അതേ കാര്യം ഇതിലുണ്ട്, അവിടെ ഇതും ഹറാം. ഒറ്റമല കട്ടൻ ചായ ഹറാമാണ്. അപ്പൊ എന്താ കാരണം? കള്ള് ഹറാമല്ലേ, അപ്പൊ ചായ ഹറാമാണ്. അതെന്താ? കള്ളിനും ചായക്കും ഏതാണ്ട് ഒരേ നിറാണ്, അതുകൊണ്ട് കള്ള് ഹറാമാണോ ഇതും ഹറാം എന്ന് പറഞ്ഞാലോ സ്വീകാര്യമല്ല. എങ്ങനെ മനസ്സിലാകും? അപ്പൊ കള്ള് ഹറാമായത് ആ നിറം കൊണ്ടാണോ നോക്കുക? നിറം കൊണ്ടല്ല. അപ്പൊ പിന്നെ അത് വെച്ചിട്ട് ഇത് അളക്കാൻ പറ്റില്ല. കള്ള് ഭയങ്കര സ്മെല്ലാണ്, അതേപോലെ സ്മെല്ലുള്ളതൊക്കെ ഹറാമാണോ? പറ്റൂല. സ്മെല്ല് കൊണ്ടല്ല ഹറാമായത്. കള്ള് ലഹരിയാണ്, അതുകൊണ്ട് ലഹരി ഉണ്ടാക്കുന്നതൊക്കെ ഹറാമാണോ? പറ്റും. ആ ലഹരിയാണ് ഹറാമാവാൻ കാരണമായത്. അപ്പൊ ശരീഅത്ത് ഒരു നിയമം നിശ്ചയിക്കുമ്പോൾ എന്താ അതിന്റെ ലക്ഷ്യം? അതാണ് മഖാസിദുശ് ശരീഅ, ശരീഅത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യം മനസ്സിലാകുന്ന ഒരു പണ്ഡിതന് അയാളുടെ കാലത്തുണ്ടാകുന്ന പുതിയ പുതിയ വിഷയങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയും. ശരീഅത്തിന്റെ മഖ്സദ് മനസ്സിലാക്കുമ്പോൾ. അതുകൊണ്ട് ജീവിതത്തിൽ ശരീഅത്ത് പാലിക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ടി എന്റെ റബ്ബ് നിശ്ചയിച്ച നിയമമാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ആത്മാർത്ഥമായി ദീൻ ഉൾക്കൊള്ളാൻ കഴിയുക. അല്ലാത്ത മുസ്ലിമായി കുടുങ്ങി തോന്നുന്നു. എന്താ മുസ്ലിമായി ആകെ ഒന്നും തിന്നാൻ പാടില്ല, ഒന്നും കേൾക്കാൻ പാടില്ല, എവിടേക്കും പോകാൻ പാടില്ല, ഒന്നും നോക്കാൻ പാടില്ല, ഇത് ആകെ മുസ്ലിമായി കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്നു. ഇത് എനിക്ക് വേണ്ടി വെച്ച നിയമം മനസ്സിലായാലോ ഒരു വസ്തുവില്ല. അല്ലെങ്കിൽ ഒക്കെ ഭാരമാകും, എല്ലാം ഭാരമാകും. ഈ നിയമം എനിക്ക് വേണ്ടി അല്ല, അത് മറ്റെന്തിനോ വേണ്ടി വെച്ചതാണ് എന്നാണെങ്കിൽ ആ നിയമങ്ങളെല്ലാം പാലിക്കുമ്പോഴും അതൊരു മനമില്ലാ മനസ്സോടെ ഭാരമാണ് എന്ന മട്ടിലായിരിക്കും അത് പാലിക്കുക. എന്റെ റബ്ബ് എന്റെ നന്മയ്ക്ക് വേണ്ടി വെച്ച നിയമമാണ് എന്ന് ബോധ്യമായാൽ ആവേശത്തോടെ അതെടുക്കാൻ കഴിയും. അതുകൊണ്ട് സ്വഹാബികളൊക്കെ ഒരു വഹയ്യ് വന്നാൽ പിന്നെ ചോദ്യമില്ലല്ലോ, അപ്പടി സ്വീകരിച്ചു. സ്വഹാബിമാർ നബിയോട് വളരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച്. ഒരു ചോദിക്കുന്നില്ല. സ്വഹാബികൾ പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്നില്ല, നബി പറഞ്ഞാൽ അത് സ്വീകരിക്കുക. ചോദ്യം എന്താ നബി അങ്ങനെ പറഞ്ഞു, എന്താ നബി ഇങ്ങനെ പറഞ്ഞു, ആ ചോദ്യമില്ല. അന്ന് ചോദിക്കുന്നതൊക്കെ അറബികളാണ്, ഈ ബദുക്കളുടെ ഗ്രാമീണ അറബികൾ. അവരെ ചോദിക്കുക, ഒരിക്കലും പിന്നെ സംസ്കാരവും ഒന്നും അറിയില്ല. ഒരു വരും നേരെ ചോദിക്കലാണ്. സ്വഹാബികൾ പറയുന്നത് ഞങ്ങൾക്ക് അവർ വലിയ ഇഷ്ടമായിട്ടുള്ളതാണ്.
ഓർക്ക് പിന്നെ വാദം മൂപ്പഴമെന്നുണ്ടാവില്ല. ഓര് പറഞ്ഞാൽ കുറേ ആൾ ചോദിക്കും. അപ്പൊ നബി പറഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്കും കേൾക്കാലോ. ഓർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് കിട്ടും. അപ്പൊ ഞങ്ങളാരും ചോദിക്കുന്നില്ല, പക്ഷെ അറാബികൾ വന്നാൽ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്വഹാബികൾ ആ നിലയ്ക്ക് എന്തുകൊണ്ട് നിലപാടെടുത്ത് വെച്ചാൽ അല്ലാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, പിന്നെ ഇനി വളരെ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു നമുക്ക് വേണ്ടിയാണ്. കേട്ടു, അനുസരിച്ചു. വളരെ ചോദ്യമില്ല. ഒരിക്കൽ നബി ഞങ്ങൾ നിസ്കരിക്കുക സ്വഹാബത്തിന്റെ കൂടെ. നിസ്കരിക്കുന്നതിനിടയിൽ എല്ലാവരും ചെരുപ്പിട്ട നിസ്കരിക്കണം. നബിന്റെ പള്ളിക്ക് എല്ലാം ചെരുപ്പിട്ട നിസ്കരിക്കണം. അത് ജൂതന്മാർ ചെരുപ്പിട്ട് നിസ്കരിക്കില്ല. ഒരു ചെരുപ്പ് അഴിച്ചു വെച്ച് നിസ്കരിക്കുക. നബി ഞങ്ങൾ പറഞ്ഞു, ജൂതന്മാരുടെ എതിരാവുക, നിങ്ങൾ ചെരുപ്പിട്ട് നിസ്കരിക്കുക. ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പ്രത്യേകം കൽപ്പനയുണ്ട്. നമ്മുടെ പള്ളി ഉഷാറാക്കിയപ്പാട് അത് പറ്റാതായത്. ഉഷാറാക്കി കാൽപ്പനകൾ വെച്ച് അവർ ചെരുപ്പിട്ട് കയറാൻ പറ്റുന്നല്ലോ. അപ്പം ഞങ്ങൾ നോക്കേണ്ടത് പള്ളിന്റെ വൃത്തിയാണ്. നബി ചെരുപ്പിട്ട് കഴിക്കുന്നത് ഏത് പറയുമ്പോൾ ചെരുപ്പിട്ട് കയറാൻ പറ്റുമോ? ഇല്ല. ഹദീസ് വിശദീകരിക്കും കാണാം. ഇന്നത്തെ കാലത്തെ പള്ളിയാകുമ്പോൾ ചെരുപ്പിട്ട് ഹദീസ് അല്ല എടുക്കേണ്ടത്, പള്ളിന്റെ വൃത്തി കാത്തു സൂക്ഷിക്കണമെന്ന് ഹദീസ് കൊടുക്കേണ്ടതാണ്. നബി സ്വയം ചെരുപ്പിട്ടില്ലേ, ഞാൻ ചെരുപ്പിട്ടാണ്ട് കയറും, ഇത് സുന്നത്തല്ലേ, ആരാ സുന്നത്ത് മുടക്കാളോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല സുന്നത്ത് ഇവിടെ പോകും. പള്ളി വൃത്തികേടാക്കുക എന്നുള്ളത് അവിടെ വരും. അതുകൊണ്ട് ചെരുപ്പ് അയച്ചു കയറിക്കോട്ടെ തന്നെ. അപ്പൊ നബിയും സഹാബിയും ചെരുപ്പിട്ട് നമസ്കരിക്കുന്നത് പള്ളിയിൽ. പള്ളി മണലാണ്, പുറത്തും മണലാണ്. പുറത്തും മണൽ, ഉള്ളിലും മണൽ. പ്രത്യേകിച്ച് ഒരു നേരം കയറി വരും. പിന്നെ നമ്മളെപ്പോലെ വസ്വാസ് ഇല്ലാതാനും. അതാണ് മറ്റൊരു കാരണം. മിനയില് ചളിയും വെള്ളമുള്ള സമയത്തായിക്കൂടെ നടന്നിട്ട് നേരെ പള്ളിക്ക് കാലുകൂടി കഴിക്കാതെ നിസ്കരിച്ചു കാണാൻ പറ്റും. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഒരുപാട് സ്വഹാബത്തിന്റെ മാതൃക ആവശ്യമുണ്ട്. ഒരുപാട് സ്വഹാബിമാർ അങ്ങനെ ചെയ്ത ധാരാളം സംഭവം. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹിയുടെ ഇഗാസത്തുൽ ലഹ്ഫാൻ ഫീ മസാഇൽ ശൈത്വാൻ എന്ന കിതാബിൽ അദ്ദേഹം വസ്വാസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വിശദമായി അത് പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരം ധാരാളം സംഭവങ്ങൾ. നബി തങ്ങൾ ഒരു മുത്ത് വെള്ളം കൊണ്ട് wudu ചെയ്തു ഹദീസിലുണ്ട്. ഒരു മുത്ത് എന്നാൽ ഇതാണ്, ഈ വെള്ളം കൊണ്ട് wudu ഉണ്ടാക്കി. അരമുത്ത് കൊണ്ട് wudu ഉണ്ടാക്കിയെന്നുണ്ട്. അരമുത്ത് കൊണ്ട് wudu ചെയ്തു, ഈ വെള്ളം കൊണ്ട് wudu ഉണ്ടാക്കി. 4 മുത്ത് വെള്ളം കൊണ്ട് കുളിച്ചു. 4 മുത്ത് നമ്മൾ സക്കാത്ത് 4 മുത്താണല്ലോ. 2 കിലോ, 200, 2.5 കിലോ കൊടുക്കരുത്. അപ്പൊ 2 ലിറ്റർ വെള്ളം, നമ്മൾ സാധാരണ കൈപ്പാട്ട വലുതാണെങ്കിൽ 1 ലിറ്ററാണ്. 2 കൈപ്പാട്ടോണ്ട് നബി കുളിച്ചു. നമുക്ക് കാലിയാക്കാൻ മതിയാവില്ല കുളിക്കണപ്പോ. സ്വഹാബിനെ പറഞ്ഞപ്പോ കേട്ടതാണ് പറഞ്ഞു, എനിക്ക് കഴിയില്ല. എന്നെക്കാളും വലിയൊരു കഴിയിട്ടുണ്ട് കഴിയാത്തത്. അഥവാ നബിക്കത് കഴിയിട്ടുണ്ട്. ആവട്ടെ. അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത് അവിടെയൊക്കെ ഇത് എനിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് ആ നിയമങ്ങളെ പാലിക്കാൻ കഴിയുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞാലും സ്വഹാബിമാർ മറ്റൊന്നും ആലോചിക്കാതെ അത് അതേപടി സ്വീകരിച്ചു. അതിന് ഉദാഹരണമാണ് പറഞ്ഞത്, നബിയും സ്വഹാബിയും ജമാഅത്തായി നിസ്കരിക്കുക, എല്ലാവരും ചെരുപ്പിട്ട് നിസ്കരിക്കണം. നിസ്കാരങ്ങളിൽ നബിതങ്ങൾ ചെരുപ്പ് അഴിച്ച് സൈഡിലേക്ക് വെച്ചു. അപ്പൊ എല്ലാവരും ചെരുപ്പ് അഴിച്ചു. സലാം വീട്ടിൽ നോക്കുമ്പോൾ എല്ലാവരും ചെരുപ്പ് ഇങ്ങനെ സൈഡിൽ, എന്താ ചെരുപ്പ് അഴിച്ചു ചോദിച്ചു. നബി നിങ്ങൾ അഴിച്ചു, അപ്പൊ ഞങ്ങൾ അഴിച്ചു. കണ്ടോ, നബി അഴിച്ചു, അവർ അഴിച്ചു, വേറെ വർത്തമാനമില്ല. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു, എന്റെ ചെരുപ്പിന്റെ അടിയിൽ മാലിന്യമുണ്ട് എന്ന് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം നൽകി, അതുകൊണ്ട് അഴിച്ചു വെച്ചതാണ്. അത് ഉൾക്കളിയില്ലല്ലോ. അപ്പൊ നബികൾ ചെയ്തു, അവർ ചെയ്തു. ആദ്യകാലത്ത് സ്വർണം പുരുഷന്മാർക്ക് ഹലാലായിരുന്നു, അത് ഹറാമായി നിയമം വന്നിട്ടില്ല. അപ്പൊ സ്വഹാബികളൊക്കെ സ്വർണം ധരിക്കുന്നുണ്ടെന്ന്. പിന്നീട് വഹയി വന്നു, പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്. നബി ഇത് പഠിപ്പിച്ചു. അതിനുശേഷം ഒരു സ്വഹാബി സ്വർണം ധരിച്ചുകൊണ്ട് വന്നു. ആ സ്വഹാബി അറിഞ്ഞിട്ടില്ല ഈ ഹറാമായ വിവരം, ഇങ്ങനെ നിയമം വന്നു എന്ന് വഹയി കിട്ടുന്നത് അദ്ദേഹം അറിയില്ല. നബി തങ്ങൾ വന്നപ്പോൾ ഒരാളെ കയ്യിൽ സ്വർണ്ണമോതിരമുണ്ട്. അപ്പൊ ഹറാബ് കണ്ടാൽ നബിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. നബി തങ്ങൾ ആ സ്വഹാബിനെ കയ്യിൽ പിടിച്ചിട്ട് ആ മോതിരം നബിയുടെ ഉരുവാണ്ട് എറിഞ്ഞു.
അത് കഴിഞ്ഞ് നബിതങ്ങൾ പോയി. മറ്റ് സ്വഹാബിമാർ ഈ സ്വഹാബിക്ക് പറഞ്ഞു കൊടുത്തു, സ്വർണം ഹറാമായിക്കൊണ്ട് വഹി വന്നിട്ടുണ്ട്, ഇത് ധരിക്കാൻ പാടില്ല. ഏതായാലും സഹോദരിമാർക്കോ പെൺകുട്ടികൾക്കൊക്കെ അത് കൊടുക്കാൻ വേണ്ടി മറ്റേതൊക്കെ ഉപയോഗപ്പെടുത്താം, ധരിക്കാൻ പാടില്ല എന്നുള്ളൂ. അത് എടുത്തോ. ആ സ്വഹാബിന്റെ പ്രതികരണം, അല്ലാഹുവിന്റെ റസൂൽ ഊരി വലിച്ചത് എനിക്ക് വേണ്ടെന്നാണ്. നബിതങ്ങൾ എന്റെ കൈ ഊരി എറിഞ്ഞില്ലേ, ഇനി ഞാൻ തൊടൂല, എനിക്ക് വേണ്ടെന്നാണ്. ആ മനസ്സെങ്ങനെ വന്നു? ഇത് എനിക്ക് വേണ്ടി ഇറങ്ങിയ ശരീഅത്താണ് എന്ന് തിരിച്ചറിയുന്നതാണ്. നമ്മളാണ് ചൂട് എന്താ വലിച്ചിടണോ പറഞ്ഞാൽ പോലെ അത് പറഞ്ഞാൽ പോലെ ഊരിക്ക് വലിച്ചിടക്കണോ എന്ന് നമ്മളെ തിരിച്ചറിയിക്കാം. അപ്പൊ ശരീഅത്ത് നിയമങ്ങളെ മനസ്സറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇത് എന്റെ നന്മക്ക് വേണ്ടി അല്ലാഹുവിന്റെ നിയമങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഏത് കാര്യം ചെയ്യുമ്പോഴും അത് പാടില്ല അല്ലാഹ് പറഞ്ഞു, അൽഹംദുലില്ലാഹ് വേണ്ട. പാടില്ല പറഞ്ഞ അല്ലാഹ്ക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ഞാൻ അത് അല്ലാഹ് നമുക്ക് വേണ്ടി ഒഴിവാക്കാൻ പറഞ്ഞത്, ഇത് ഒഴിവാക്കിയാലോ പഠിച്ചവൻ കൂടി ചെയ്യും. അത് അല്ലാഹുവിന്റെ റഹ്മത്ത്. നമ്മോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നമുക്ക് ദോഷമുള്ളതുകൊണ്ടാണ്. ആ പറഞ്ഞത് നമ്മൾ പാലിച്ചാലോ അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. അത്ര വലിയ റഹ്മത്താണ് പടച്ചറപ്പിന്. മദ്യം കഴിക്കാൻ പാടില്ല, കഴിച്ചാൽ നമുക്ക് ദോഷമാണ്. അതൊരു പഠിച്ചോമ്പോ മദ്യപിക്കരുത്. അത് വിചാരിച്ച് നമ്മൾ മദ്യപിച്ചില്ല, കൂലിട്ടും ജീവിതത്തിൽ മദ്യപിക്കാത്തതിന് നമുക്കെല്ലാം പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. എന്തിനാ മദ്യം ഒഴിവാക്കാൻ പറഞ്ഞത്? നമുക്ക് വേണ്ടി. ഇന്നലെ ഒഴിവാക്കി അല്ലാഹ് കൂലി തരും. അത്ര വലിയ റഹ്മത്താണ് പടച്ചറപ്പിന്. അതുകൊണ്ട് മതത്തെ നമ്മൾ കൃത്യമായി പഠിക്കണം. ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാകണം. ശരീഅത്ത് നിയമങ്ങളെ ലംഘിക്കാനല്ല നോക്കേണ്ടത്. വേഗം നമ്മൾ നോക്കിയാൽ മറികടക്കാൻ വല്ല വകുപ്പുണ്ടോ എന്നാണ്. പല കുതന്ത്രങ്ങൾ പാലിച്ചുകൊണ്ട് പല ഹീനത്തുകൾ വെച്ചുകൊണ്ട് ശരീഅത്തിനെ മറികടക്കാൻ മനുഷ്യന്മാർ നോക്കുക. ഓവർടേക്ക് ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ, ബൈപ്പാസ് ചെയ്യാൻ വകുപ്പുണ്ടോ എന്നൊക്കെ നോക്കരുത്. അതല്ല, ഞാനതിന് അതേപടി ജീവിതത്തിൽ പാലിക്കട്ടെ എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ല ശറൈലകരക്കുണ്ട്, എന്നാലും വല്ല വകുപ്പുണ്ടോ ചോദിക്കാൻ, എന്തെങ്കിലും വകുപ്പുണ്ടോ ഇത് ചെയ്യാൻ, അതല്ല നോക്കേണ്ടത്. അത് ഈമാന്റെ കുറവാണ്. കേട്ടു, അനുസരിച്ചു, അതാണ് ശരിയായ വിശ്വാസം. അതിനെ മറികടന്ന് പോകാൻ എന്താണ് ഒരു മാർഗമുള്ളത് എന്ന് നോക്കൽ ഹീനത്താണ്. അതിൽ ബിദ്അത്തിന് ആ ശൈലി ഉണ്ടാവും, മുസ്ലിങ്ങൾക്ക് ആ ശൈലി ഉണ്ടാവും, മുനാഫിഖുകൾക്ക് ആ ശൈലി ഉണ്ടാവും, ശരിയായ വിശ്വാസികൾക്ക് അതില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇഗാസത്തുൽ ഹിഫാൻ വിശദമായി പറയുന്നുണ്ട്. ഹിയൽ വൽ വഖർ, കുതന്ത്രങ്ങൾ, ഹീനത്തുകൾ, മതത്തിനെ മറികടക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഉപായങ്ങൾ. അതേക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ഇബ്നു ഖയ്യിമിന്റെ ഇഗാസത്തുൽ ഹിഫാൻ കാണാൻ കഴിയും. ഏതാണെങ്കിലും അല്ലാഹുവിന്റെ ദീന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതിന് നേട്ടം നമുക്ക് തന്നെയാണ്, വേറെ ദീന് പാലിച്ചാൽ ദുനിയാവിൽ നേട്ടമുണ്ട്, ഇവിടുത്തെ ജീവിതത്തിൽ നേട്ടമുണ്ട്, കുടുംബത്തിൽ നേട്ടമുണ്ട്, വ്യക്തിപരമായ നേട്ടമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി പരലോകത്തത് കൊണ്ട് നേട്ടം വേറെയുമുണ്ട്. അപ്പൊ രണ്ട് മസലത്തുണ്ട്. ഒരു ഹറാം ഒഴിവാക്കിയാൽ സ്വസ്ഥമായ ജീവിതത്തിന് നിമിത്തമായി മാറും, കുടുംബത്തെ സന്തോഷത്തിന് നിമിത്തമായി മാറും, ദുനിയാവിലുള്ള ലാഭങ്ങളുണ്ട്, പരലോകത്തത് കൊണ്ട് പ്രതിഫലം ചെയ്യും. ദുനിയാവിലും ആഖിറത്തിലും ലാഭം കിട്ടുന്ന കാര്യമാണ് ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുക. അതാണ് പ്രാധാന്യം. ആ നിലക്ക് ദീൻ നമ്മൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കുന്ന ശരിയായ വിശ്വാസികളിൽ അല്ലാഹു തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞതിന്റെ മറ്റൊന്നും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യമാണ് ചോദിക്കാം, ഉണ്ടാക്കി ചോദിക്കുന്നു വേണ്ട. ഈ പറഞ്ഞ വല്ലതുണ്ടെങ്കിൽ ദോഷമല്ല, വേറെ മുല കൊടുക്കൽ ദോഷമൊന്നുമല്ല. പക്ഷെ മുല കൊടുക്കുന്ന സ്ത്രീയുടെ സ്വഭാവം മുല കുടിച്ച കുട്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് ആ ബാപ്പ തീരുമാനിച്ചാണ് എന്റെ ഭാര്യ മുല കുടിച്ചാൽ മതി, വേറെ കുടിക്കേണ്ടതാണ്. കാരണം കുടിക്കുന്ന സ്വഭാവം നമുക്ക് അറിയില്ലല്ലോ.
അതുകൊണ്ട് ആ വാപ്പാന്റെ ആഗ്രഹമായിരുന്നു വേറെ ആരും കൊടുക്കരുത്. അറബികൾക്ക് പഴയ കാലത്ത് ഒരു പതിവ്, നബിതങ്ങൾ ജനിച്ച കാലത്ത് അറബികൾക്ക് പതിവുണ്ടായിരുന്നു, ഒരു കുട്ടി ജനിച്ചാൽ വലിയ കുടുംബത്തിൽ പിറന്ന നല്ല ബുദ്ധിമതികളായ സ്ത്രീകളെ കൊണ്ട് മുന്നോട്ട്. നല്ല ബുദ്ധിയും വിവേകവും പക്വതയുമുള്ള സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് അവരെ മുലയൂട്ടായി ഏൽപ്പിക്കും. എന്നാൽ ഈ കുട്ടിന്റെ ബുദ്ധിശക്തി അതുകൊണ്ട് കൂടി കിട്ടും. അങ്ങനെ നബിനെയൊക്കെ ഹലീമ ബിബി നബിനെ മുലയൂട്ടം ഏൽപ്പിച്ച് ഹലീമ ബിബിയാണല്ലോ, അതാണ് സഅദിയ്യ കുടുംബത്തിലെ നല്ല വിവേകിയായ പെണ്ണാണ് ഹലീമ എന്നൊക്കെയാണ് ഒരു തെരഞ്ഞു വരുന്നത്. അപ്പൊ അതൊരു പതിവായിരുന്നു. അപ്പൊ മുല കൊടുക്കുന്ന സ്ത്രീയുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ കുട്ടിയെ ബാധിക്കും. അപ്പൊ ആ ബാപ്പാന്റെ ഒരു തീരുമാനമാണ് വേറൊരു പെണ്ണും മുല കൊടുക്കണ്ട, ഏത് പെണ്ണറിയില്ല, സ്വഭാവം എന്താ അറിയില്ല, അതൊക്കെ എന്റെ കുട്ടിക്ക് സ്വാധീനം ഉണ്ടാക്കും, അതുകൊണ്ട് വേണ്ട. അല്ല ദോഷമായതുകൊണ്ടല്ല, നല്ല ബുദ്ധിയും പക്വതയും വിവേകവും നല്ല പാണ്ഡിത്യമുള്ള ഒരു പെണ്ണ് മുല കൊടുത്താലോ അപ്പൊ കുട്ടിക്ക് ലാഭമാണ്. അങ്ങനത്തെ പെണ്ണ് കൊടുക്കണമെങ്കിൽ അല്ലാഹു അക്ബർ. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇനി എല്ലാ മാസവും നമ്മൾ ക്ലാസ് തുടക്കമാണ്, ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ എല്ലാ മാസവും നമ്മൾ ക്ലാസ്സിലെ പോലെ വെക്കാൻ ഉദ്ദേശിക്കുന്നു. ആളുകൾ ഓരോ മാസം മാറി മാറി വരും എന്ന് ഞാൻ അവിടെ വിചാരിച്ചാൽ വരാക്കൊന്നും വേണ്ട. ഓരോ മാസം ആളുകൾ മാറി മാറി വരും. മൂന്നാമത്തെ ശനിയാണ് ഇപ്പൊ കണ്ടുധാരണ, എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച. പക്ഷെ നമുക്ക് ലഭിക്കുന്ന ആളുകളുടെ ഒഴിവനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഒക്കെ മാറ്റേണ്ടി വന്നേക്കാം. ഏതായാലും പരമാവധി മൂന്നാം ശനിയാഴ്ച വെക്കും. ഇല്ലെങ്കിൽ തൊട്ടിപ്പുറത്ത് വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ആയിക്കൂടായി കഴിഞ്ഞാൽ സൗകര്യം പോലെ ചെറിയ മേക്കുമൊക്കെ ഉണ്ടാവും. പരമാവധി അത് ഏറ്റെടുക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കാം എന്ന് സൂചിപ്പിക്കാം. ഇരുന്ന് സ്കരിക്കുമ്പോൾ കൈകൾ വെക്കേണ്ടത് മുട്ടിൻ കാതിലാണ്. മുട്ടുമ കൈ വെക്കുക, സുജൂദ് ചെയ്യുക. പുറത്തേക്ക് ഇങ്ങനെ നീട്ടി വെക്കേണ്ട ആവശ്യമില്ല, അത് ശരിയുമല്ല. മുട്ടിൻ കാതിലാണ് കൈകൾ വെക്കേണ്ടത്, അത് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഏതായാലും അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാം നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ബറകല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.